നീതീകരണം എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ സംസാരിച്ചു, പഠിച്ചു. നീതീകരണം. ഇന്നിവിടെ ഇരിക്കുന്ന നമ്മെ ആരെയും ദൈവം പാപികളായി കാണുന്നില്ല. ആമേൻ. നമ്മൾ പാപം ചെയ്തവരാണ്, നാം പാപത്തിൽ വളർന്നവരാണ്, പാപത്തിൽ ജനിച്ചവരാണെങ്കിലും ദൈവം മുമ്പാകെ ഇന്ന് ദൈവം നമ്മെ പാപി എന്ന് കാണുന്നില്ല. എന്താ കാരണം? യേശു ക്രിസ്തു നമ്മുടെ പാപങ്ങളെ വഹിച്ച് നമ്മുടെ പാപങ്ങളുടെ ശിക്ഷ തൻ്റെ ശരീരത്തിൽ ഏറ്റെടുത്ത് പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും നമ്മെ സ്വതന്ത്രമാക്കിയിരിക്കുന്നത് കൊണ്ട് അവനെ കൈക്കൊണ്ട് അവനിൽ വിശ്വസിക്കുന്ന നാം ഓരോരുത്തരും ദൈവം മുമ്പാകെ പുതിയ സൃഷ്ടിയായി തീർന്നിരിക്കുന്നത് കൊണ്ടും പാപി എന്ന എൻ്റെ പേരിനെ ദൈവം മാറ്റിയിട്ട് ഇന്ന് എന്നെ അല്ലെങ്കിൽ നമ്മെ നീതിമാൻ എന്ന് സ്വർഗീയ കോടതി വിധിച്ചിരിക്കുകയാണ്, വിളിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഇതിനകത്തിരിക്കുന്ന നാം ഓരോരുത്തരും ആരാണ്? ദൈവത്താൽ നീതീകരിക്കപ്പെട്ടിരിക്കുന്ന നീതിമാന്മാരാണ്. ഹല്ലേലൂയ. നമ്മൾ ഒടുവിൽ പറഞ്ഞ സങ്കീർത്തനങ്ങളിൽ ഒരു വചനം ഇങ്ങനെയായിരുന്നു: അങ്ങനാണെങ്കിൽ നീതിമാന്മാരുടെ അവകാശത്തിൻ്റെ മേൽ ദുഷ്ടൻ്റെ ചെങ്കോൽ ഇരിക്കത്തില്ല. നിങ്ങളുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും ഇരുട്ടിൻ്റെ ദൂതന്മാരും ഭൂതങ്ങളും അവൻ്റെ ചെങ്കോലുകളുമായി അവൻ്റെ ബന്ധനങ്ങളുമായി കയറി വരുമ്പോൾ അവനോട് പറയണം, ഞാൻ നീതീകരിക്കപ്പെട്ട നീതിമാനാണ്. എൻ്റെ വീടിനകത്ത്, എൻ്റെ കുടുംബത്തിനകത്ത്, എൻ്റെ ശരീരത്തിനകത്ത്, എൻ്റെ വിദ്യാഭ്യാസത്തിൽ, എൻ്റെ ഭാവിയിൽ അവൻ്റെ ഒരു തേർവാഴ്ചയും നടക്കുകയില്ല. നിൻ്റെ ചെങ്കോൽ എടുത്തുകൊണ്ട് ഇറങ്ങിപ്പോകുവാൻ നമുക്ക് പറയാൻ ധൈര്യമുണ്ടാകേണ്ടതിന് ഈ തിരുവെഴുത്തിൻ്റെ സത്യം നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് ധരിപ്പിക്കുകയാണ്. നിങ്ങൾ ഇനി പാപിയല്ല, പാപത്തിൻ്റെ കീഴിലല്ല, നിങ്ങൾ നീതീകരിക്കപ്പെട്ട് ഇപ്പോൾ ദൈവത്തിൻ്റെ മുമ്പാകെ നീതിമാൻ എന്ന് പറയുന്ന അവകാശത്തിൽ എത്തിയിരിക്കുന്നു എന്നുള്ള വചനത്തിൻ്റെ സത്യത്തെ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നീതിമാന്മാരെല്ലാം കരമുയർത്തി കർത്താവിനൊരു ഹല്ലേലൂയ പറഞ്ഞേ. ധൈര്യമായല്ലോ നിങ്ങൾക്ക്. ആമേൻ. ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു സഭയിൽ റോമാലേഖനത്തിൻ്റെ ക്ലാസ് എടുക്കാൻ വേണ്ടി പോയി. നടന്ന സംഭവമാണ്. പോയി അന്ന് ഞാൻ ആ സഭയിൽ ചെന്നിട്ട് ഇങ്ങനെ ഒരു ഇൻട്രൊഡക്ഷൻ ചോദിച്ചു. ഇവിടെ നീതീകരിക്കപ്പെട്ട നീതിമാന്മാരുണ്ടെങ്കിൽ കരമുയർത്തി ഒരു ഹല്ലേലൂയ പറയാം. ആരും ഹല്ലേലൂയ പറഞ്ഞില്ല. കാരണം അവരുടെ ഉള്ളിൽ വന്ന ആദ്യത്തെ വചനം ഏതായിരിക്കും? നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല എന്നുള്ള വചനമായിരിക്കും. പിന്നീട് അങ്ങോട്ട് ഞാൻ റോമാലേഖനത്തിൻ്റെ പല ഭാഗങ്ങളൊക്കെ എടുത്തു കാണിച്ച് റോമാലേഖനം 5-ാം അധ്യായം പഠിപ്പിച്ചു. ഇപ്പോൾ ക്രിസ്തുയേശുവിലൂടെ സൗജന്യമായി നാം നീതീകരിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള തിരുവെഴുത്തൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞ് ഞാൻ അവരോട് ഒരിക്കൽ കൂടി ആവശ്യപ്പെട്ടു, ഇപ്പോൾ നീതിമാന്മാരുണ്ടെങ്കിൽ കരമുയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. അവിടെ എല്ലാവരും കരമുയർത്തി ഹല്ലേലൂയ പറഞ്ഞു. അടുത്ത ഒരു സെൻറ്റൻസ് പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പ് എൻ്റെ ചുമലിൽ ഒരാൾ വന്ന് ഇങ്ങനെ അങ്ങ് പിടിച്ചു. ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ അവിടുത്തെ ഒരു പാസ്റ്ററാണ്. എൻ്റെ കയ്യിൽ നിന്ന് അദ്ദേഹം ആ മൈക്ക് അങ്ങ് മേടിച്ചിട്ട് ഇടതുവശത്ത് ഇത് നടക്കുമ്പോൾ വലതുവശത്ത് അവിടുത്തെ വേറൊരു പാസ്റ്റർ എൻ്റെ അടുക്ക് വന്നിട്ട് പറഞ്ഞു, ചെവിയിൽ വന്നിട്ട് പറയാം, പാസ്റ്റർ ഒരു കാര്യം പറയണം, ഒന്ന് പുറത്തോട്ട് വന്നാലും. ഞാൻ ആ മൈക്ക് അദ്ദേഹത്തിന് കൊടുത്തു. ഉടനെ കീബോർഡിൽ ഒരു സഹോദരൻ വന്നു, ഒരു മ്യൂസിക് പ്ലേ ചെയ്തു. നമുക്ക് ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കാം എന്ന് ആ മനുഷ്യൻ പറഞ്ഞു. അവർ ആരാധനയുടെ ഒരു പാട്ട് പാടി. എന്നൊരു മനുഷ്യൻ വിളിച്ച് അപ്പുറത്തോട്ട് മാറ്റി എടുത്തിട്ട്, പാസ്റ്റർ ഞങ്ങൾക്ക് ഇത്തരത്തിലുള്ള വചനങ്ങളൊന്നും കേൾക്കണ്ട. ആമേൻ, ആമേൻ പറഞ്ഞില്ല എന്ന് പറഞ്ഞ് ഒരു ചെറിയ തുക ചുരുട്ടി എൻ്റെ കയ്യിൽ വെച്ച് തന്നിട്ട് എന്നെ അവിടെ നിന്ന് കയറ്റി വിട്ടു. കാട്ടാക്കട KSRTC ബസ് സ്റ്റാൻഡിനകത്ത് വന്ന് ഞാൻ ഇരുന്നിട്ട് എൻ്റെ ഹൃദയം വല്ലാതെ ഭാരത്തിലും വേദനയിലും, കർത്താവെ ഞാൻ എന്തു പറഞ്ഞിട്ടാണ്, ഞാൻ എന്ത് അബദ്ധം പറഞ്ഞിട്ടായിരിക്കാം ഇവർ ഇത്രയും വലിയൊരു പൊതു സദസ്സിൽ എന്നെ അപമാനിച്ചു വിട്ടത് എന്നെനിക്ക് വലിയ വേദനയുണ്ടായി. അന്ന് കർത്താവിൻ്റെ ആത്മാവ് എന്നോട് പറഞ്ഞത്, നീ സത്യം പറഞ്ഞാൽ കല്ലേറുറപ്പാണ്. നീ സത്യം പറഞ്ഞാൽ ആൾക്കാർ ട്രോളും ഉറപ്പാണ്. നമ്മൾ സത്യത്തിന് വേണ്ടി നിന്നാൽ ചിലപ്പോൾ ചുരുക്കമേ കാണത്തുള്ളൂ. പക്ഷെ ഞാൻ പറയാം, ലോകത്തിൻ്റെ ആരംഭം മുതൽ ഇതുവരെയും കള്ളം ജയിച്ച ചരിത്രമില്ല, അസത്യം ജയിച്ച ചരിത്രമില്ല. സത്യം മാത്രമേ ജയിച്ചിട്ടുള്ളൂ. സത്യത്തിന് വേണ്ടി നിൽക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ, സത്യത്തിന് വേണ്ടി ചുവടുറപ്പിച്ചു നിൽക്കാൻ നിങ്ങൾക്ക് ബലമുണ്ടെങ്കിൽ, ഞാൻ പറയുന്നു, ജയം നമ്മുടേത് മാത്രമായിരിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് ആത്മീയ ജീവിതത്തിൽ കള്ളത്തരങ്ങൾ കൊണ്ടൊരു വലിയ കോട്ട കെട്ടി അതിനകത്ത് നടക്കുന്നവരാണ് നമ്മൾ ഈ കാണുന്ന ഭൂരിപക്ഷം ജനവും.
അവരുടെ ചിന്തകൾക്കകത്ത് കള്ളങ്ങളാണ്, അവരുടെ ഹൃദയത്തിനകത്ത് കള്ളങ്ങളാണ്, വേദപുസ്തകത്തെക്കുറിച്ചുള്ള അബദ്ധധാരണകളാണ് ഇവരുടെയൊക്കെ ഹൃദയത്തിനകത്ത് നിറഞ്ഞിരിക്കുന്നത്. എന്നാൽ സത്യം നിങ്ങൾ അറിയുമ്പോഴാണ് നിങ്ങൾ സ്വാതന്ത്ര്യത്തിലേക്ക് നടന്നു കയറുന്നത്. ഹല്ലേലൂയ. ഇപ്പോൾ നമുക്ക് മനസ്സിലായി, യേശുക്രിസ്തുവിലൂടെ ഞാൻ നീതീകരിക്കപ്പെട്ടിരിക്കുന്നു. ദൈവം ഇന്ന് എന്നെ പാപി എന്ന് കണക്കാക്കുന്നില്ല, ദൈവം ഇന്ന് എന്നെ പാപി എന്ന് വിളിക്കുന്നില്ല. ഞാൻ ആരാക്കപ്പെട്ടിരിക്കുന്നു? എല്ലാവരും ഒന്ന് പറഞ്ഞില്ല, സഹോദരന്മാരെല്ലാം ഒന്ന് പറഞ്ഞേ, നീതീകരിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് നീതിമാന്റെ പ്രാർത്ഥന ദൈവം കേൾക്കും. ഹല്ലേലൂയ. ഞാൻ തിരുവെഴുത്ത പറയുന്നത്, അവൻ പാപികളുടെ പ്രാർത്ഥന കേൾക്കുന്നില്ല, അവൻ നീതിമാന്മാരുടെ പ്രാർത്ഥനകൾക്ക് ചെവി കൊടുക്കുന്നു. അപ്പോൾ ഓരോ തവണ പ്രാർത്ഥിക്കാൻ മുട്ടുമടക്കുമ്പോഴും, ഓരോ തവണ പ്രാർത്ഥിക്കാൻ വായ തുറക്കുമ്പോഴും നമ്മുടെ ഹൃദയത്തിൽ എന്തുണ്ടാകണം? എൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കും. അത് ദൈവം പ്രാർത്ഥന കേൾക്കാൻ കഴിവുള്ളവനും ദൈവത്തോട് നാം പ്രാർത്ഥിക്കുന്നതും കൊണ്ട് മാത്രമല്ല, ലോകത്ത് ആരുടെ പ്രാർത്ഥന കേട്ടില്ലെങ്കിലും എൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കും. എന്താ കാരണം? ഞാൻ ക്രിസ്തുവേശുവിൽ നീതീകരിക്കപ്പെട്ടിരിക്കുന്ന നീതിമാനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ബോധ്യം നിങ്ങളുടെ അകത്ത് വരുമ്പോഴാണ് നിങ്ങൾക്ക് അവനോട് അബ്ബാ പിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുവാനുള്ള ധൈര്യമുണ്ടാകുന്നത്. അങ്ങനെ നാം പ്രാർത്ഥിക്കുമ്പോഴാണ് ദൈവം നീതിമാന്മാരുടെ ആലോചനകൾക്കും, നീതിമാന്മാരുടെ പ്രാർത്ഥനകൾക്കും, നീതിമാന്മാരുടെ പ്രവൃത്തികൾക്കും അവൻ സ്വർഗത്തിൽ നിന്ന് അനുമതി നൽകി അനുഗ്രഹങ്ങളെയും മറുപടികളെയും അയക്കുന്നത് പോലെ നീതീകരിക്കപ്പെട്ടു എന്ന് ബോധ്യമുള്ളവൻ്റെ പ്രാർത്ഥനകൾക്ക് മറുപടി ഇറങ്ങി വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എവിടെയൊക്കെയോ മനസാക്ഷി മലിനപ്പെട്ട്, മനസാക്ഷി കുറ്റബോധത്തിലായി, മനസാക്ഷിയിൽ വഞ്ചിക്കപ്പെട്ട്, എവിടെയൊക്കെയോ ഇത് ദൈവം ഉണ്ടോ, ദൈവം പ്രാർത്ഥന കേൾക്കുമോ, ദൈവം എങ്ങനെ പ്രവർത്തിക്കുമെന്നുള്ള സംശയ വിചാരങ്ങൾക്കകത്തിരുന്ന് പ്രാർത്ഥിച്ചാൽ ഒന്നും നടക്കത്തില്ല. എന്നാൽ ഞാൻ നീതീകരിക്കപ്പെട്ടിരിക്കുന്നു, ദൈവം മുമ്പാകെ ഞാൻ ഇപ്പോൾ യോഗ്യനാണ്, അവൻ എൻ്റെ അപ്പനും ഞാൻ അവൻ്റെ മകനുമാണ് എന്ന് പറയുന്ന ബന്ധത്തിലും ആഴമേറിയ വെളിപ്പാടുകളുടെ ബോധ്യത്തിലും വന്നിട്ട് ഒരുവൻ പ്രാർത്ഥിച്ചാൽ, ഞാൻ ആമേൻ ആമേൻ സത്യം സത്യമായി നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ മുമ്പിൽ മലകൾ നീങ്ങിപ്പോകും, നിങ്ങളുടെ മുമ്പിൽ പർവ്വതങ്ങൾ ഇളകി സമുദ്രത്തിൽ വീഴും, നിങ്ങൾ പറഞ്ഞിട്ടല്ലാതെ മഞ്ഞും മഴയും ഉണ്ടാകുകയില്ല. നിങ്ങളുടെ മേൽ അധികാരത്തിൻ്റെ ഒരു വലിയ പദവി അല്ലെങ്കിൽ വലിയൊരു ശുശ്രൂഷയുടെ ആ ഒരു തലം തുറന്നു വരുന്നതിൻ്റെ ഒരു ബിഗിനിങ് ആയിട്ടുള്ള കാര്യമെന്നത് നിങ്ങളുടെ ഹൃദയത്തിലുണ്ടാകുന്ന ഈ നീതിബോധമാണ്. എൻ്റെ കൂടെ ഒന്ന് പറയാമോ? എന്തോ വരികയാണ്? നീതിബോധം. ഞാൻ നീതീകരിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് എൻ്റെ പ്രാർത്ഥനകളെ ദൈവം കേൾക്കുകയും എൻ്റെ പ്രാർത്ഥനകളെ ദൈവം അംഗീകരിക്കുകയും ചെയ്യുകയാണ്. ഹല്ലേലൂയ. ആ ഭാഗം നമ്മൾ ഇപ്പോൾ അവിടെ നിർത്തുന്നു. തുടർമാനമായി നമ്മുടെ വചന പഠനങ്ങളിൽ, പ്രത്യേകിച്ച് ആത്മീയ യുദ്ധം എന്ന് പറയുന്ന പഠന പരമ്പരയിൽ നമ്മൾ എത്തുമ്പോൾ, നീതിയുടെ കവചം നാം ധരിക്കണമെന്നുള്ള തിരുവെഴുത്ത് സംസാരിക്കുമ്പോൾ നമ്മൾ ഇനിയും നീതിയെക്കുറിച്ച് കൂടുതൽ സംസാരിക്കും. ഇന്ന് നമ്മൾ പ്രത്യേകിച്ച് പെട്ടെന്ന് അടുത്തൊരു വേദഭാഗത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ കൊണ്ടുവരികയാണ്. നമ്മൾ അവസാനം വായിച്ച വചനത്തിൽ നമ്മൾ കണ്ടത് ഇങ്ങനെയാണ്. റോമർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 24-ാമത്തെ വാക്യം ഒരാൾ ശബ്ദമുയർത്തി വായിച്ചാലും. റോമർ 3:24. അവൻ്റെ കൃപയാൽ ക്രിസ്തുവേശുവിങ്കലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായത്രേ നീതീകരിക്കപ്പെടുന്നത്. അപ്പോൾ പ്രവർത്തികൾ കൊണ്ടോ ആചാരാനുഷ്ഠാനങ്ങൾ കൊണ്ടോ ഒന്നുമല്ല നാം നീതീകരിക്കപ്പെടുന്നത്. ഹല്ലേലൂയ. വെള്ളവസ്ത്രം ഇട്ടതുകൊണ്ട് നാം നീതീകരിക്കപ്പെടുന്നില്ല, മീശ എടുത്തു കളഞ്ഞതുകൊണ്ട് നാം നീതീകരിക്കപ്പെടുന്നില്ല, എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോയതുകൊണ്ട് നാം നീതീകരിക്കപ്പെടുന്നില്ല. നീതീകരണത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു അടിസ്ഥാനം ഇത് സൗജന്യമാണ്. എൻ്റെ കൂടെ ഒന്ന് പറഞ്ഞേ, ആരെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടാണോ യേശു ക്രൂശിൽ മരിച്ചത്? അല്ല. നാം ആരെങ്കിലും എന്തെങ്കിലും മറുവില കൊടുത്തിട്ടാണോ ക്രിസ്തു നമ്മെ വിലയ്ക്ക് വാങ്ങുന്നതിന് വേണ്ടി ഇറങ്ങി വന്നത്? അല്ല. നാം ഒന്നും കൊടുത്തില്ല. ഇത് പൂർണ്ണമായും അവൻ്റെ കൃപയാണ്, അവൻ്റെ കരുണയാണ്. ഹല്ലേലൂയ. എൻ്റെ പ്രാർത്ഥനയാണ് ഞാൻ ഇതുവരെ എത്തിയത് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് മണ്ടത്തരവാ, അങ്ങനെ വിശ്വസിക്കരുത്. എൻ്റെ അറിവാണ് ഞാൻ ഇതുവരെ ഉയർന്നു വന്നതെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് ഭോഷതരമാണ്, അത് വിശ്വസിക്കരുത്. നമ്മുടെ ഉള്ളിലെ ജഡവും സ്വയവും എഴുന്നേറ്റിട്ട് പറയും, നീ നല്ല പ്രാർത്ഥിക്കുന്നവൻ, അതുകൊണ്ട് നീ എന്ത് ചെയ്യും? ഉയരും. നിനക്ക് നല്ല വചനജ്ഞാനം, അതുകൊണ്ട് നീ എന്ത് ചെയ്യും? ഉയരും. നീ നല്ല വിശുദ്ധന, അതുകൊണ്ട് നീ ഉയരും. ആ സ്വയത്തിൻ്റെ ചിന്ത ഉയർന്നു വരുമ്പോൾ പറയണം, ഞാൻ പഠിച്ചിട്ടല്ല ഈ ജ്ഞാനം കിട്ടിയത്, ഇത് കൃപയാ, ഇത് ദൈവം തുറന്നു തന്നാലേ അറിയാൻ പറ്റുള്ളൂ, ഇത് കൃപയാ. ഞാൻ വീരനായതുകൊണ്ടല്ല ഇത് നടക്കുന്നത്, പ്രാർത്ഥിക്കുവാൻ എൻ്റെ മേൽ അവൻ്റെ കൃപ തന്നതുകൊണ്ടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്, അത് കൃപയാ. ഹല്ലേലൂയ.
ഞാൻ വിശുദ്ധനായിരിക്കുന്നത് കൊണ്ടല്ല എൻ്റെ ജീവിതത്തിൽ ദോഷമൊന്നും തട്ടാതിരിക്കുന്നത്. ഈ വിശുദ്ധിയിൽ നിൽക്കാൻ അവൻ എന്നെ സഹായിക്കുന്നു. ഇത് കൃപയാണ്. കരമുയർത്തി ഒന്ന് പറയാമോ? സർവ്വതും അവൻ്റെ കൃപയാണ്. ഒന്ന് പറഞ്ഞേ, നല്ല വിദ്യാഭ്യാസം അവൻ്റെ കൃപയാ, നല്ല ആരോഗ്യം അവൻ്റെ കൃപയാ, പ്രാർത്ഥിക്കാനുള്ള കഴിവ് അവൻ്റെ കൃപയാ, അഭിഷേകം അവൻ്റെ കൃപയാ, ജോലി അവൻ്റെ കൃപയാ, സകലതും 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 അവൻ്റെ കൃപയാലാണ്. അപ്പോൾ സൗജന്യമായി, ഇനി മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ കൃപയാലാണ് ഓരോരുത്തരും എന്ത് ചെയ്യപ്പെടുന്നത്? ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടുന്നത്. ആ നീതീകരിക്കപ്പെടുന്നത് സൗജന്യമാണ് എന്ന് പറഞ്ഞതിൻ്റെ മുൻപിൽ ഒരു വചനം പൗലോസ് അപ്പോസ്തലൻ എടുത്തു പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: ക്രിസ്തുവേശുവിങ്കലെ വീണ്ടെടുപ്പ് മൂലമായി. എല്ലാവരും ആ വചനം, ആ വാക്ക്, ആ സെന്റൻസ് ഒന്നെൻ്റെ കൂടെ ചേർന്ന് പറഞ്ഞേ: ക്രിസ്തുവേശുവിങ്കലെ വീണ്ടെടുപ്പ് മൂലമായി. ഹല്ലേലൂയ. എത്ര പേർക്ക് സന്തോഷം തോന്നുന്നുണ്ട്, ഉത്സാഹം തോന്നുന്നുണ്ട് ഇതൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട്? ഹല്ലേലൂയ. നമ്മുടെ ചർച്ചകളിൽ അല്ലെങ്കിൽ നമ്മുടെ കൂടിവരവുകളിൽ ഈ ആത്മീയമായ രഹസ്യങ്ങളോടുള്ളൊരു കൊതിയുള്ളവർക്കേ വന്ന് നിൽക്കാൻ പറ്റത്തുള്ളൂ. ആമേൻ. കാരണം നമ്മളിവിടെ സംസാരിക്കുന്നത് ദൈവത്തിൻ്റെ തിരുവെഴുത്തുകളുടെ ആഴമേറിയ മർമ്മങ്ങളാണ്. ഞാൻ നിങ്ങളോട് സത്യമായി പറയാം, ഞാനും ഒരു ശുശ്രൂഷകനാണ്. നിങ്ങളെ കൈയടിപ്പിക്കുന്ന, നിങ്ങളെ ആവേശത്തിൽ ആഴ്ത്തുന്ന നല്ലൊരു പ്രസംഗം പ്രസംഗിക്കാനൊക്കെ എനിക്കറിയാം എന്നതിൻ്റെ തെളിവ് വേണമെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനലിലൊക്കെ നല്ല പ്രസംഗം കിടപ്പുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് ഞായറാഴ്ചകളുടെ നമ്മുടെ കൂടിവരവുകളിൽ നമ്മൾ ദൈവവചനത്തിൻ്റെ ആഴമേറിയ സത്യങ്ങൾ പഠിപ്പിക്കുന്നതെന്നറിയാമോ? അവസാന നാളുകളിൽ കർത്താവ് പറഞ്ഞു, മനുഷ്യപുത്രൻ്റെ വരവിങ്കൽ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ എന്ന് ഞാൻ സംശയിക്കുകയാണ്. യേശുവിന് പോലും ഡൗട്ടാ, ഇവരിൽ എത്ര പേർ വിശ്വാസത്തിൽ കാണും, ഇവരിൽ എത്ര പേര് കാണത്തില്ല, ഇവരിൽ എത്ര പേർ നിലനിൽക്കും, ഇവരെത്ര പേർ പകുതി വഴിക്ക് വിട്ടിട്ട് പോകുമെന്ന്. എന്തുകൊണ്ടാണ് മനുഷ്യർ ഇങ്ങനെ സ്ഥിരതയില്ലാത്തവരായി ചഞ്ചലപ്പെട്ട് ചിലർ പോകുന്നു, ചിലർ വീഴുന്നു, ചിലർ മാനസാന്തരപ്പെടുന്നു? അപ്പോൾ ഈ സ്ഥിരതയില്ലായ്മ മനുഷ്യർക്കകത്തുണ്ടാകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അവർക്ക് ദൈവവചനത്തിൻ്റെ അടിസ്ഥാനപരമായ വെളിപ്പാടുകൾ അറിയാതെ അവർ വെള്ളത്തിൻ്റെ മേൽ ഒഴുകുന്നൊരു ഒരു പ്രതലത്തിൽ ഒഴുകുന്ന ഒരു വസ്തുവിനെ പോലെ ഒഴുകി നടക്കുകയാണ്. പ്രവചനം എന്ന് പറയുമ്പോൾ ഒഴുകി അങ്ങോട്ട് പോകും, രോഗസൗഖ്യം എന്ന് പറയുമ്പോൾ ഒഴുകി ഇങ്ങോട്ട് വരും, ഇനി മറ്റൊരു വെളിപ്പാടെന്ന് പറയുമ്പോൾ ഒഴുകി അങ്ങോട്ട് പോകും. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ ഉറച്ചു നിൽക്കുന്ന ക്രിസ്തുവേശുവിങ്കിൽ പ്രവചനവുമുണ്ട്, സൗഖ്യവുമുണ്ട്, വിടുതലുമുണ്ട്, അനുഗ്രഹവുമുണ്ട്, പ്രോസ്പെരിറ്റിയുമുണ്ട്, നിത്യതയുമുണ്ട്, വേർപാടുമുണ്ട്, വിശുദ്ധിയുമുണ്ട്, സകലതുമുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ ഒഴുകുന്ന അവസ്ഥയിൽ നിന്ന് ദൈവാത്മാവ് നിങ്ങളെ ഓരോരുത്തരെയും അല്ലെങ്കിൽ നമ്മെ ഓരോരുത്തരെയും ഉറപ്പിച്ചു നിർത്താൻ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ ഉള്ളിൽ പറയുന്ന പ്രവചന ശബ്ദം ഇങ്ങനെയാണ്: ഇതിനകത്ത് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ അനേകരെ പരിശുദ്ധാത്മാവ് ഉറപ്പിക്കുകയാണ്. കഴിഞ്ഞ കുറേ നാളുകളെ ഒഴുകി നടന്ന സഹോദരാ, കഴിഞ്ഞ കുറേ നാളുകളെ ഒഴുകി നടന്ന സഹോദരി, ഇനി അങ്ങോട്ട് ഒഴുക്കിലല്ല, ഒഴുക്കിൻ്റെ പ്രവണതയ്ക്കനുസരിച്ച് നീങ്ങാനല്ല, ഉറച്ചു നിൽക്കുവാൻ. യെസ്, ഹല്ലേലൂയ. എന്തൊക്കെയോ പിശാചിന് മനസ്സിലായി. ഒരു ചെറിയ കാറ്റടിച്ചാൽ എവനങ്ങ് ഒഴുകിപ്പോക്കോളും, ഒരു ചെറിയ വേദന വന്നാൽ എവനങ്ങ് ഒഴുകി തീർന്നു പോക്കോളും, ഇവൻ ഇവിടെ നിന്ന് അങ്ങ് ഒഴുകി മാറിക്കോളും. അങ്ങനെ നിന്നെ പല കാറ്റുകളും ഒഴുക്കിക്കളഞ്ഞൊരു സമയമുണ്ടായിരുന്നെങ്കിൽ ഇന്ന് ദൈവാത്മാവിൽ ഞാൻ പ്രവചിക്കുന്നു, നിങ്ങളെ ഇനി ഒഴുക്കിന് ഒഴുക്കിക്കളയാൻ പറ്റാത്ത, കാറ്റിന് ഉലച്ചു കളയാൻ പറ്റാത്തതുപോലെ നിന്റെ കുടുംബത്തെയും നിന്റെ വീടിനെയും നിന്റെ മനുഷ്യനെയും ആത്മീയ ജീവിതത്തെയും പ്രാർത്ഥനകളെയും അഭിഷേകത്തെയും ദൈവം ഇതാ ഉറപ്പിക്കുന്ന സമയം വരികയാണ്. ഞാനത് ആത്മാവിൽ ഇപ്പോൾ നിങ്ങളുടെ മേൽ റിലീസ് ചെയ്യുകയാണ്. ഇനി ഒന്നിനാലും നിങ്ങൾ ഉലയുകയില്ല, ദൈവം നിങ്ങളെ ഉറപ്പിക്കുകയാണ്. നിന്റെ ഉലച്ചിലുകളുടെ സീസണുകളെ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ നിങ്ങളിൽ നിന്ന് ക്യാൻസൽ ചെയ്യുകയാണ്. അടിക്കടി ആത്മീയ ജീവിതത്തിൽ താഴ്ത്തിക്കളയുന്ന, അടിക്കടി നിങ്ങളുടെ ജീവിതത്തെ താഴ്ത്തിക്കളയുന്ന പാപത്തിൻ്റെയും ലോകത്തിൻ്റെയും പ്രശ്നങ്ങളുടെയും കൊടുങ്കാറ്റുകൾ ഇനി നിങ്ങളുടെ മേലെ അടിക്കുകയില്ല. അടിച്ചാലും അവ നിങ്ങളെ തൊടാതെ വണ്ണം ക്രിസ്തുവേശുവിൽ ഇപ്പോൾ ഉറയ്ക്കുക. ഞാനത് പ്രാർത്ഥിച്ചിപ്പോൾ നിങ്ങളുടെ പേര് റിലീസ് ചെയ്യുന്നു. അടി ഉറച്ചു നിൽക്കുന്ന ഒരു അഭിഷേകത്തെ ഇപ്പോൾ സ്വീകരിക്കുക. ഒരു ഈശാനമൂലനും ഇനി നിന്നെ ഉലയ്ക്കുകയില്ല, ഒരു കൊടുങ്കാറ്റുകളിലും നിങ്ങൾ ഇനി പതറുകയില്ല, ഒരു സാഹചര്യങ്ങളുടെ സമ്മർദ്ദവും നിങ്ങളെ ഇനി തൊടുകയില്ല. ഇതാ ക്രിസ്തുവിൽ ഉറയ്ക്കുന്ന ഒരു തലമുറ, ഉറയ്ക്കുന്ന ഒരു കൂട്ടം ഇവിടെ എഴുന്നേൽക്കുകയാണ്. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ വീടുകൾക്കകത്ത് നിന്ന്
നിങ്ങളുടെ ആത്മാഫലങ്ങളുടെ മുകളിൽ നിന്ന്, നിങ്ങളുടെ ഹൃദയങ്ങളിൽ നിന്ന് ഉലയ്ക്കുന്ന വലയ്ക്കുന്ന ദുഷ്ടശക്തികളും അവന്റെ എല്ലാ ആയുധങ്ങളും ഇപ്പോൾ വീണു പോവുകയാണ്. എന്നോട് കർത്താവ് പ്രവചനാത്മാവിൽ ഇപ്പോൾ ഉറപ്പിച്ചു പറയുന്നു, ഉലയത്തില്ല, ഉലയത്തില്ല, ഉലയത്തില്ല. ആ ജോലി പോയാലും ഉലയത്തില്ല, ആ സമ്പത്ത് അടഞ്ഞു പോയാലും ഉലയത്തില്ല. ഒരു രോഗം വന്നാലും നീ ഉലഞ്ഞു പോവുകയില്ല, ഒരു ഭാരം വന്നാലും നീ ഉലഞ്ഞു പോവുകയില്ല. ഒന്നിനാലും ഉലഞ്ഞു പോകാത്തതുപോലെ ക്രിസ്തുവേശു എന്ന വലിയ അടിസ്ഥാനമുള്ള കല്ലിന്റെ മേൽ അവനവന്റെ സഭയെ ഉറപ്പിക്കുകയാണ്. Yes, 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 yes. ആ ദൈവിക ശബ്ദത്താൽ നിങ്ങളുടെ ഹൃദയങ്ങൾ ഉറയ്ക്കുകയാണ്. കരമുയർത്തി അതൊന്ന് പറയാവോ? ഒലയത്തില്ല ജോമൻ ബ്രദറെ, ഉറച്ചിരിക്കും. യേശു പറഞ്ഞു, കൊടുങ്കാറ്റ് വരില്ലെന്നല്ല, കൊടുങ്കാറ്റ് വരും. പേമാരി പെയ്യില്ല എന്നല്ല, പേമാരിയും പെയ്യും. വെള്ളം പൊങ്ങില്ല എന്നല്ല, വെള്ളവും പൊങ്ങും. പക്ഷേ കല്ലിൽ മേൽ പണിതൊന്നും കടപുഴകി വീഴില്ല. അവനിൽ പണിതൊന്നും. യുദ്ധങ്ങൾ വന്നേക്കാം, ക്ഷാമങ്ങൾ വന്നേക്കാം, കൊടിയ ദുരന്തങ്ങൾ വന്നേക്കാം, വ്യാധികൾ വന്നേക്കാം, ലോകം മുഴുവൻ അവസാനിക്കാൻ പോകുന്നു എന്ന് തോന്നിയേക്കാം. ആമേൻ, ആമേൻ. സത്യം സത്യമായി ഞാൻ തിരുവെഴുത്തിൽ നിങ്ങളോട് പറയുന്നു, ക്രിസ്തുവിൽ ഉറച്ചതൊന്നും ഇരുട്ടിന്റെ ശക്തിയാൽ ഒലയുകയില്ല. അവനിൽ വേര് പിടിച്ചതിനെ ഒന്നും കടപുഴക്കി കളയാൻ ശക്തമായ ഒരു കൊടുങ്കാറ്റും ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാകുകയുമില്ല. ഇത് പരിശുദ്ധാത്മാവ് നിങ്ങൾക്കൊരു വലിയ മുന്നറിയിപ്പ് തരികയാണ്. ഒരുപക്ഷെ നിങ്ങൾ പ്രാർത്ഥിച്ചതിനും വിശ്വാസത്താൽ വിളിച്ചു പറഞ്ഞ വാക്കിനും എതിരായ പലതും ഒരുപക്ഷെ ജീവിതത്തിൽ സംഭവിച്ചെന്ന് വന്നേക്കാം. നിങ്ങൾ കഴിഞ്ഞ നാളുകളിൽ ഏറ്റുപറഞ്ഞ് ഉറപ്പിച്ച് ആമേൻ പറഞ്ഞ പല പ്രവചന ദൂതുകൾക്കും വിരുദ്ധമായതായിരിക്കാം ഒരുപക്ഷെ നിങ്ങളുടെ മേൽ സംഭവിക്കാൻ പോകുന്നത്. പക്ഷെ ഞാൻ ആത്മാവിൽ ഒരു ദൂത് നിങ്ങളുടെ ഹൃദയത്തിനകത്തോട്ട് നിക്ഷേപിക്കുകയാണ്. ഇവയൊന്നും നിങ്ങളെ ഉലയ്ക്കുന്നില്ല എങ്കിൽ അനേകര് വീണു പോകുന്നിടത്ത്, അനേകര് പട്ടുപോകുന്നിടത്ത്, അനേകർ ഗത്യന്തരമില്ലാതെ ഓടുന്നിടത്ത് ഉറച്ചു നിൽക്കുന്നവനെ കൊണ്ട് ദൈവം ചില വാഴ്ചകളെയും എഴുന്നേൽപ്പുകളെയും ചില വിശാലമായ പണികളെയും ചെയ്യുന്നത് ഞാൻ പരിശുദ്ധാത്മാവിൽ കണ്ടുകൊണ്ട് ഈ സഭയുടെ മേൽ, ഇതിന് കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികളുടെ മേൽ ഞാൻ അങ്ങനൊരു പ്രവാചക ശബ്ദത്തെ കൈമാറുകയാണ്. ഉറച്ചു നിൽക്കുന്നവനെ കൊണ്ട് ദൈവം ചില അസാധാരണമായ പ്രവൃത്തികൾ ചെയ്യിപ്പിക്കാൻ തുടങ്ങുകയാണ്. ശിമോനെ, നീ ഒലയുന്നവനാ. എന്നെ അറസ്റ്റ് ചെയ്യുന്നത് കണ്ടാൽ നിന്റെ ഹൃദയം പെടയും. എന്നെ അവർ പീലാത്തോസിന്റെ മുറിയിലേക്ക് വിചാരണയ്ക്ക് കൊണ്ടുപോകുന്നത് കണ്ടാൽ നീ നൊമ്പരപ്പെടും, നീ ആകെ ആടി ഒലയും. ഞാൻ നിലവിളിച്ച് പ്രാണനെ വിടുന്നത് കണ്ടാൽ നീ എൻ്റെ ശിഷ്യത്വത്തിൽ നിന്ന് പോലും തെറിച്ച് നീ പണ്ടേ 3.5 വർഷം മുമ്പ് വിട്ട വള്ളവും വലയും എടുത്ത് നീ പിന്നെയും കടലിലേക്ക് പോകും. നീ ഒലയുന്നവനാ. നിന്നിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. എന്നാൽ ശിമോനെ, ഞാൻ നിന്നെ കേഫായാക്കും. ഞാൻ നിന്നെ ഉറപ്പുള്ള പാറ പോലെയാക്കും. അങ്ങനെ ഉറച്ചു നിൽക്കുന്ന നിന്റെ മുകളിൽ പാതാള ഗോപുരങ്ങൾക്ക് ജയിക്കാൻ പറ്റാത്ത, ഇരുട്ടിന്റെ ശക്തികൾക്ക് വാഴ്ച നടത്താൻ പറ്റാത്ത, ഒരു നാളിലും തകർന്നു പോകാൻ സാധ്യതയില്ലാത്ത എന്റെ സഭയെ ഞാൻ നിന്റെ മേൽ പണിയും. ഇന്ന് ആരോടേക്കോ ദൈവാത്മാവ് ദൂത് പറയുകയാണ്. വീഴാൻ മനസ്സില്ലാതെ ഉറച്ചു നിൽക്കുന്ന നിന്റെ മേൽ, നിന്റെ അഭിഷേകത്തിന്റെ മേൽ, നിന്റെ മേൽ കിടക്കുന്ന ദൈവവിളിയുടെ മേൽ, നീ എന്ന വ്യക്തിയുടെ മേൽ തിരുവനന്തപുരം പട്ടണവും കൊല്ലം പട്ടണവും ബന്ധപ്പെട്ട് കിടക്കുന്ന ചില ദൈവ പ്രവർത്തികളെ
അന്ത്യകാല ഉണർവുകളെ അവൻ അയക്കുകയും നിന്നെ അതിന് തൂണ നിർത്തുകയും ചെയ്യും. ഞാനത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവാത്മാവ് ഒരു പുതിയ നിയോഗവുമായി നിങ്ങളുടെ മേൽ വന്ന് വീഴട്ടെ. യെസ്, അഭിഷേകത്തിന്റെ ഒരു പുതിയ പുതപ്പ് പണിയാൻ പോവുകയാണ്. ഇരുട്ടിൽ ജയിക്കാൻ പറ്റാത്തതുപോലെ ദൈവാത്മാവ് നിങ്ങളെ പണിയുകയാണ്. വാഴ്ചകൾക്ക് നിങ്ങളുടെ മേൽ ഭരണം നടത്താൻ കഴിയാത്ത പോലെ, ഇരുട്ടിന് പിടിച്ചു വെക്കാൻ കഴിയാത്തതുപോലെ, അവസാന നാളുകളിലെ കൊയ്ത്തിനു വേണ്ടി ഇതാ ദൈവം നിങ്ങളുടെ മേൽ അരിവാളുകളെ അയക്കുന്നു. ഇത് പിടിച്ചെടുക്കുന്നവരുടെ മേൽ ഞാൻ ആത്മാവിൽ പ്രവചിച്ചു പറയുന്നു. യെസ് യെസ് പത്രോസേ, നിന്റെ മേൽ ഞാനത് പണിയും. നിന്നെ ഞാൻ ഉയർത്താൻ പോവുകയാണ്. നിന്റെ മേൽ ഞാൻ ചിലതിനെ പണിത് ഉയർത്താൻ പോവുകയാണ്. യെസ് 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 ഇനി ഒരു തിരിഞ്ഞു പോക്കില്ല. ഇനി പടകുമെടുത്ത് ഗലീലയിലെ കടലിലേക്ക് ഇനി ഒരു പോക്കില്ല. ജോമൻ ബ്രദറെ, ഇനി ഒരു പോക്കില്ല. നമുക്ക് നമ്മൾ പിന്തിരിഞ്ഞുകൊണ്ടിരുന്ന കാലങ്ങൾ ഇതാ ഇവിടെ കൊണ്ട് തീരുകയാണ്. ഞാൻ വചനം പ്രസംഗിക്കാൻ, പക്ഷേ എന്നെ പരിശുദ്ധാത്മാവ് പ്രവചനാത്മാവിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നു. എന്നോട് കർത്താവ് പറയുന്നു, ഈ ജൂൺ മാസം 22-ാം തീയതി കൊണ്ട് പിന്തിരിയുന്ന ജീവിതം മാറുകയാണ്. ഇനി പുറകിലോട്ട് നോക്കത്തില്ല. എന്നോട് കർത്താവ് ഒരു വചനം പറയുന്നു, നിന്റെ പുറകിലുള്ള നാളുകളെക്കാളും, നിന്റെ നഷ്ടപ്പെട്ടു പോയ സംവത്സരങ്ങളെക്കാളും, തുള്ളനും വെട്ടുക്കിളിയും തിന്നു തീർത്ത നിന്റെ ഇന്നലകളെക്കാളും ഇരട്ടിയായതിനെ കർത്താവ് കരങ്ങളിലേക്ക് തരുന്ന ഇരട്ടിയായ സമയത്തെ, ഇരട്ടിയായ നന്മകളെ, ഇരട്ടിയായ അനുഗ്രഹങ്ങളെ നിങ്ങളുടെ കൈമേൽ പരിശുദ്ധാത്മാവ് തുറക്കുന്ന, മൾട്ടിപ്ലൈ ചെയ്യുന്ന, ഇരട്ടിപ്പിക്കുന്ന സീസൺ ഇപ്പോൾ ദൈവാത്മാവ് നിങ്ങളുടെ മേൽ റിലീസ് ചെയ്യുന്നു. യെസ് 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 ഞാനത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ശൂന്യമാക്കുന്ന ചിലത്, നിങ്ങളെ അടിക്കടി വലിച്ചു താഴെ ഇട്ടുകൊണ്ടിരുന്ന ചില ചങ്ങലകൾ ഇന്ന് പകൽ ദൈവാത്മാവ് ഇറങ്ങി വന്നതിനെ മുറിച്ചു കളയുകയാണ്. യെസ് 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 കനാൻ നാട് പോലെ ഒരു വലിയ വാഗ്ദത്തം മുമ്പിലുണ്ടെങ്കിലും ചെങ്കടൽ പോലെ ഉയർന്നിൽക്കുന്ന ചില ശക്തികളെ ഇന്ന് ദൈവാത്മാവ് നമ്മുടെ മേൽ നിന്ന് നീക്കിക്കളയുകയാണ്. ഇന്ന് സ്വർഗം തുറന്ന് ദൈവത്തിന്റെ ബലവും ശക്തിയുമുള്ള ദൂതന്മാർ ഇറങ്ങി നിങ്ങളിൽ ഇരിക്കുന്നവനെ ഉറപ്പിക്കുകയാണ്. എന്നോട് ആത്മാവ് പ്രവചിക്കാൻ പറയുന്നു, നിന്റെ പ്രായം എത്രയാണെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ ഇന്നലെ വരെ ഉണ്ടായിരുന്നതല്ല, ഒരു പുതിയത് നിങ്ങളുടെ മേൽ തുറക്കുകയാണ്. 2025 ജൂൺ മാസം 22-ാം തീയതി ദൈവാത്മാവിൽ നിറഞ്ഞവനായി ക്രിസ്തുവിന്റെ അപ്പോസ്തലനായി ഞാൻ പ്രവചിക്കുന്നു, നിന്റെ ജീവിതത്തിൽ അടുത്ത അധ്യായം ഇതാ തുറക്കുകയാണ്. ശുശ്രൂഷയുടെ നെക്സ്റ്റ് റേഞ്ച് ഓപ്പൺ ആകട്ടെ. ആരാധനകളുടെ നെക്സ്റ്റ് റേഞ്ച് ഓപ്പൺ ആകട്ടെ. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇതിനകത്ത് ശക്തമായ തീ വഹിക്കുന്ന ദൂതന്മാരുടെ സാന്നിധ്യം ഞാൻ അനുഭവിക്കുന്നു. യെസ്, ചില ദൂതന്മാർ ഇതിനകത്ത് ഇറങ്ങി വരും. അവിടെ ശരീരം മുഴുവൻ ചൂടാണ്, ചൂടാണ്, ചൂട്. ഈ തീയെ പിടിച്ചുകൊണ്ട് പോക്കോ. യെസ് യെസ്
ആ ദൈവ ശബ്ദത്തിന് മുമ്പിൽ ഒന്ന് നിങ്ങളെ വിട്ടുകൊടുത്തേ. എല്ലാ തവണയും കേൾക്കുന്ന ദൂത് പോലെ ആമേൻ പറഞ്ഞങ്ങ് പോകാനല്ല. അപ്പം നീയാണ് അരുളി ചെയ്തതെങ്കിൽ ഇപ്പോൾ ഒരുറപ്പ് ഞങ്ങൾക്ക് വേണം, ഒരടയാളം നിന്നിൽ നിന്ന് വേണം. എത്ര കൊടുങ്കാറ്റുകളിൽ ഞങ്ങൾ പിടിച്ചു നിന്നോ, എത്ര പ്രതികൂലങ്ങളിൽ ഞങ്ങൾ ഉറച്ചു നിന്നോ, ഞങ്ങൾക്കിതറിയാതെ പോയി. നീ ഉറച്ചു നിൽക്കുന്നവരുടെ മേലാണ് അവസാന നാളുകളിലേക്ക് വേണ്ടിയുള്ളത് പലതും കൈമാറ്റം ചെയ്യുന്നതെന്ന് ഞങ്ങൾ അറിയാതെ പോയി. അപ്പം ഇപ്പോൾ ഞങ്ങളുടെ മേലത് വീഴട്ടെ, ആ പുതപ്പ് ഞങ്ങളുടെ മേൽ വീഴട്ടെ. യെസ്, ആ ശുശ്രൂഷയുടെ പദവികൾ ഇതിനകത്തിരിക്കുന്ന ഓരോരുത്തരുടെ മേലും ദൈവാത്മാവിനാൽ കൈമാറ്റം ചെയ്യപ്പെടട്ടെ. കണ്ണുകൾ തുറക്കട്ടെ, കാതുകൾ തുറക്കട്ടെ. അവയവങ്ങൾ ഇപ്പോൾ യേശുവിൻ നാമത്തിൽ ഉത്തേജിപ്പിക്കപ്പെടട്ടെ. ഇതിനകത്ത് നിൽക്കുന്ന ദൈവ മഹത്വത്തെയും അവൻ്റെ ശക്തിയെയും അനുഭവിച്ചറിയാൻ കഴിയേണ്ടതിന് നിങ്ങളുടെ ഇന്ദ്രിയങ്ങൾ ഇപ്പോൾ തുറക്കപ്പെടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ, ഹല്ലേലൂയ. ഒലയുകയില്ല, കർത്താവ് നമ്മെ ഉറപ്പിക്കും. ആമേൻ. ഒലയുകയില്ല, കർത്താവ് നമ്മെ ഉറപ്പിക്കും. ഈ ഓരോ ദൈവവചനത്തിൻ്റെ സത്യങ്ങളും നമ്മെ ഉറപ്പിക്കുകയാണ്. ആമേൻ, ഉറപ്പിക്കുകയാണ്. സാത്താൻ വന്നിട്ട് പറയും നീ പാപിയാണ്. ഉറച്ചു നിന്നവൻ പറയും ഞാൻ ക്രിസ്തുവേശുവിൽ സൗജന്യമായി നീതീകരിക്കപ്പെട്ടിരിക്കുന്നു. സാത്താൻ വന്നിട്ട് പറയും ഇല്ല ഇല്ല, എല്ലാം ശരിയായിട്ടില്ല. നാം അവനോട് പറയും അവൻ്റെ വീണ്ടെടുപ്പാണ് ഞാൻ ഉറച്ചു നിൽക്കുന്നതിൻ്റെ ബലം. ഹല്ലേലൂയ. റോമാലേഖനം 3:24 നമ്മൾ സംസാരിക്കുന്ന വേദഭാഗം. വീണ്ടെടുപ്പ്. എൻ്റെ കൂടെ ഒന്ന് പറഞ്ഞേ, വീണ്ടെടുപ്പ്. വീണ്ടെടുപ്പ് എന്ന വാക്കിനെ കുറിച്ച് 1-2 കാര്യങ്ങൾ പറഞ്ഞിട്ട് നമ്മൾ ഒരുമിച്ച് ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. ആമേൻ. വീണ്ടെടുപ്പ് എന്ന വാക്കിൻ്റെ അർത്ഥം വില കൊടുത്ത് വാങ്ങുക എന്നതാണ്. എൻ്റെ കൂടെ ഒന്ന് പറഞ്ഞേ, വില കൊടുത്ത് വാങ്ങുക. ഒരാളുടെ കസ്റ്റഡിയിലിരിക്കുന്ന, ഒരാളുടെ കൈവശം ഇരിക്കുന്ന ഒരു വസ്തുവിനെയോ ഒരു വ്യക്തിയെയോ ഒരു പകരമായ തുക കൊടുത്ത്, വില കൊടുത്ത് വാങ്ങുക എന്ന അർത്ഥമാണ് വീണ്ടെടുപ്പ് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിലൊക്കെ തെളിയിച്ച കാര്യമാണ്. പാപം ചെയ്ത മനുഷ്യൻ ദൈവത്തിൻ്റെ ശിക്ഷാവിധിയുടെയും കോപത്തിൻ്റെയും കീഴിലാക്കി. റോമറിലേക്ക് ലേഖനം 1-18 വാക്യമാണ് നമ്മൾ അതിന് മനസ്സിലാക്കുവാൻ വേണ്ടി എടുത്തിരിക്കുന്നത്. വേണമെങ്കിൽ ആ വാക്യം ഒന്ന് വായിച്ചോളൂ, നിങ്ങൾക്ക് ഒരു കണ്ടിന്യൂഷൻ കിട്ടുമല്ലോ. റോമർ 1:18. അനീതിക്കും നേരെ ദൈവത്തിൻ്റെ കോപമുണ്ട്. ആരുടെ മേൽ? മാനവരാശിയുടെ മേൽ. ഹല്ലേലൂയ. ഈ ദൈവത്തിൻ്റെ കോപം നമ്മുടെ മേൽ വന്നപ്പോൾ, അല്ലെങ്കിൽ ഒന്നാമത്തെ ആദാമിൻ്റെ മേൽ വന്നപ്പോൾ, ദൈവത്തിൻ്റെ കോപത്താൽ ദൈവം ശിക്ഷാവിധി കൽപ്പിച്ചു. എന്തായിരുന്നു ശിക്ഷാവിധി? മരണം. ഏദനിൽ നിന്ന് പുറത്താക്കിയത് രണ്ടാമത്തെ കാര്യം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മരണം. എന്തു മരണമാണ്? നിത്യമരണം, അതായത് ആത്മീയ മരണം. ദൈവത്തിൻ്റെ കോപം മാനവരാശിയെ ശിക്ഷ വിധിച്ചു. ഇവർ നിത്യമായി ദൈവജീവനുമില്ലാതെ, ദൈവസാന്നിധ്യവുമില്ലാതെ, ദൈവവുമായുള്ള കുടുംബത്തിൽ അംഗത്വവുമില്ലാതെ, പിശാചിന് വേണ്ടിയും മത്സരിച്ച ദൂതന്മാർക്ക് വേണ്ടിയും ഒരുക്കിയിരിക്കുന്ന തീപ്പൊയ്കയിൽ ഈ മനുഷ്യരുടെ ആത്മാക്കൾ ജീവിച്ചു തീർക്കണമെന്നുള്ള നിത്യമരണമാണ് മനുഷ്യന്റെ മേൽ ദൈവം കൽപ്പിച്ചിരിക്കുന്ന ശിക്ഷാവിധി. അങ്ങനെ മനുഷ്യരുടെ മേൽ ദൈവം ശിക്ഷാവിധി കൽപ്പിച്ചപ്പോൾ ദൈവത്തിൽ നിന്നും ദൈവത്തിൻ്റെ കൃപയിൽ നിന്നും അകന്ന മനുഷ്യരുടെ മേൽ പാപവും മരണവും പ്രവേശിച്ചു. റോമർക്കെഴുതിയ ലേഖനം 5:12. റോമർ 5:12 വായിച്ചോളൂ. ഏക മനുഷ്യന്റെ അനുസരണയ്ക്ക് ഏക മനുഷ്യനാൽ പാപവും, പാപത്താൽ മരണവും,
ലോകത്തിൽ കടന്നു. അപ്പോൾ ആദ്യം പാപം സംഭവിച്ചു. പാപം ചെയ്തവൻ്റെ മേൽ നീതിമാനായ ദൈവത്തിൻ്റെ കോപം വെളിപ്പെട്ടു. കോപിഷ്ഠനായ ദൈവം അവനെ നീതിയുള്ളവനായി വിശുദ്ധിയുള്ളവനായതുകൊണ്ട് ശിക്ഷ വിധിച്ചു. എന്തായിരുന്നു ശിക്ഷ? നിത്യമരണം, ഇറ്റേണൽ ഡെത്ത്. അങ്ങനെ നിത്യമരണത്തിന് പാത്രീഭൂതനായ മനുഷ്യരുടെ മേൽ ആര് കയറി വന്നു? പിശാച് കയറി വന്നു. അവൻ്റെ നുകങ്ങൾ, അവൻ്റെ ബന്ധനങ്ങൾ, അവൻ്റെ ശാപങ്ങൾ, രോഗങ്ങളെല്ലാം ആരുടെ മേൽ വെച്ചു? മനുഷ്യരുടെ മേൽ വെച്ചു. അപ്പോൾ ആദ്യം വന്നത് ശാപങ്ങളോ ബന്ധനങ്ങളോ രോഗങ്ങളോ അല്ല. ആദ്യം വന്നത് പാപമാണ്. പാപത്താൽ മരണം വന്നു. മരണത്താലാണ് ഈ പറയുന്ന ബന്ധനങ്ങളും ശാപങ്ങളും രോഗങ്ങളും ഒക്കെ വന്നത്. മനസ്സിലായോ? ആദ്യം അവൻ നമ്മെ ശാപത്തിലല്ല ആറ്റിയത്. ആദ്യം മനുഷ്യൻ പാപം ചെയ്തു. പാപത്തിനെതിരെയുള്ള ദൈവത്തിൻ്റെ ശിക്ഷാവിധി അവനെ നിത്യമരണത്തിലേക്ക് തള്ളി, മരണത്തിലേക്ക് പോയി. പാപം മരണത്തെ കൊണ്ടുവന്നു. മരിക്കാൻ വേണ്ടി വിധിക്കപ്പെട്ട് കിടക്കുന്നവൻ്റെ മേൽ സാത്താൻ അവൻ്റെ സകല ആയുധങ്ങളും വെച്ചു. അവനെ രോഗിയാക്കി, ശാപമാക്കി, അവനെ ദരിദ്രനാക്കി, അവനെ ഏതൊക്കെ വിധത്തിൽ ഉപദ്രവിക്കാൻ കഴിയുമോ അങ്ങനെ അവൻ ഉപദ്രവിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ സന്ദർഭത്തിലാണ് നമ്മൾ ആദ്യത്തെ ആഴ്ച സംസാരിച്ച കാര്യം നടക്കുന്നത്. സ്വർഗത്തിലെ കോടതിയിൽ നീതിമാനായ ന്യായാധിപതിയായി, ജഡ്ജായി പിതാവായ ദൈവം ഇരിപ്പുണ്ട്. ആമേൻ, ആമേൻ, ആമേൻ. ഇടതുവശത്ത് പ്രതിക്കൂട്ടിൽ ആര് നിൽപ്പുണ്ട്? ആദാം നിൽപ്പുണ്ട്. വീണുപോയ പാപം ചെയ്ത ആദാം നിൽപ്പുണ്ട്. തൻ്റെ വലത്തുഭാഗത്ത് പുത്രനായ ക്രിസ്തുവും ഇരിപ്പുണ്ട്. അങ്ങനെ നീതിമാനായ ന്യായാധിപനായ പിതാവായ ദൈവം മനുഷ്യരുടെ മേൽ പാപം കണ്ടിട്ട് തൻ്റെ കോപത്തിൽ ദൈവത്തിൻ്റെ നിയമപ്രകാരം അവനെ ശിക്ഷാവിധി നടപ്പിലാക്കി അവനെ മരണത്തിനേൽപ്പിച്ചു. അപ്പോൾ മനുഷ്യൻ അവിടെ കിടന്ന് നിലവിളിക്കുകയാണ്, അയ്യോ ഞങ്ങളെ ആരെങ്കിലും ഒന്ന് രക്ഷിക്കാൻ പറ്റുമോ? എന്തെങ്കിലും ചെയ്താൽ ഞങ്ങൾക്കൊന്ന് രക്ഷപ്പെടാൻ പറ്റുമോ? ഞങ്ങൾ 41 ദിവസം വ്രതമെടുത്ത് എന്തെങ്കിലും പൂജ ചെയ്താൽ രക്ഷപ്പെടാൻ പറ്റുമോ? ഞങ്ങൾ എവിടെയെങ്കിലും ചെയ്തൊരു പള്ളി പണിത് കൊടുത്താൽ രക്ഷപ്പെടാൻ പറ്റുമോ? ഞങ്ങൾ ഏതെങ്കിലും ദൈവദാസനെയും മിഷണറിയെയും സ്പോൺസർ ചെയ്താൽ രക്ഷപ്പെടാൻ പറ്റുമോ? ഞങ്ങൾ പണം കൊടുത്താൽ രക്ഷപ്പെടുമോ? ഞങ്ങൾ സ്വയം ഒന്ന് വായിലൂടെയോ നാക്കിലൂടെയോ ചെവിയിലൂടെയോ ഒക്കെ ഒരു കമ്പി കുത്തിക്കയറ്റി രക്ഷപ്പെടുമോ? മനുഷ്യരോട് ദൈവം പറഞ്ഞു, പാപിയായവൻ ചെയ്യുന്ന സകല പ്രവർത്തികളും കളക്കമാണ്, കറയാണ്. നീ എത്ര നീതി എന്ന് പറഞ്ഞ് ചെയ്താലും, എത്ര അനാഥാലയത്തിൽ ഭക്ഷണം കൊടുത്താലും, എത്ര വീടില്ലാത്തവർക്ക് വീട് വെച്ച് കൊടുത്താലും, നീ പാപത്തിൽ നിന്ന് രക്ഷപ്പെടുന്നില്ല എങ്കിൽ നിന്റെ സകല ചാരിറ്റിയും നിന്റെ സകല പുണ്യപ്രവർത്തികളും കറപുരണ്ടത് തന്നെയാണ്. അപ്പൊ മനുഷ്യന്റെ ഉള്ളിൽ ചോദ്യം വന്നു, പിന്നെ എങ്ങനെ രക്ഷപ്പെടും? ആ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവിടെ പിതാവിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്ന പുത്രൻ പറയുന്നു, ഞാൻ അവരുടെ പകരക്കാരനായി പോയി അവരുടെ ശിക്ഷാവിധി ഞാൻ വഹിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ സ്വർഗത്തിലെ കോടതി മുറിയിൽ വലത്തുഭാഗത്തിരുന്ന പുത്രനായ ക്രിസ്തു ആദാമ്യവർഗത്തിൻ്റെ പാപങ്ങളുടെ ശിക്ഷയുടെ ഏറ്റുവാങ്ങലിന് വേണ്ടി ഒന്നാമത്തെ മനുഷ്യന് പകരക്കാരനായി മാറി. അതാണ് 2 കൊരിന്ത്യർ എങ്ങനെ നമ്മൾ വായിച്ചത്, പാപം അറിയാത്തവൻ നാം ദൈവത്തിൽ നീതിയാകേണ്ടതിന് നമുക്ക് വേണ്ടി പാപമായി മാറി. കരമുയർത്തി ഒരു ഹല്ലേലൂയ പറയാൻ. ഹല്ലേലൂയ. നിത്യനും കളങ്കമില്ലാത്തവനും നീതിമാനുമായിരിക്കുന്ന പിതാവിൻ്റെ ഏകജാതനായ പുത്രൻ പാപമായും പാപിയായും മാറിയത് നാം ഓരോരുത്തരെയും സൗജന്യമായി നീതീകരിക്കാനാ. ഹല്ലേലൂയ. വെളിപ്പാട് മനസ്സിലായില്ല. പുത്രൻ നമുക്ക് പകരമായി മാറിയത് നമ്മെ നീതീകരിക്കാൻ വേണ്ടിയാ. അവൻ നീതിയുടെ സ്ഥാനത്ത് നിന്ന് എഴുന്നേറ്റ് പാപിയുടെ സ്ഥാനത്ത് വന്നു നിന്നപ്പോൾ, പാപിയായിരുന്ന ഞാനും നിങ്ങളും പാപിയുടെ സ്ഥാനത്ത് നിന്ന് മാറി നീതിമാന്റെ സ്ഥാനത്ത് വന്നു നിന്നോ? ഒരു പുണ്യപ്രവർത്തികളും കൊണ്ടല്ല, ക്രിസ്തുവേശുവിങ്കലെ വിശ്വാസത്താൽ സൗജന്യമായി അവൻ എന്നെ നീതീകരിച്ചു. ഹല്ലേലൂയ. അത്തരം കാര്യങ്ങൾ നമുക്ക് വ്യക്തമാണ്. ഇനി ഇങ്ങനെ നീതീകരിക്കണമെങ്കിൽ ഈ ജനത്തെ വീണ്ടെടുക്കേണ്ട ആവശ്യമുണ്ടെങ്കിൽ ഈ മാനവരാശിയെ വില കൊടുത്തു വാങ്ങേണ്ട ആവശ്യമുണ്ട്. ഹല്ലേലൂയ. കാരണം ഇവർ ഇപ്പോൾ ആരുടെ കസ്റ്റഡിയിലാണ്?
പിശാചിന്റെ കസ്റ്റഡിയില. ആരുടെ കസ്റ്റഡിയില? മരണത്തിന്റെ കസ്റ്റഡിയില. ഇവളിപ്പോൾ ആരുടെ കൈവശമായിരിക്കുന്നത്? പാപത്തിന്റെ കൈവശമായിരിക്കുന്നത്. അപ്പൊ പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും ഇവരെ വീണ്ടെടുക്കണമെങ്കിൽ ഒരു വീണ്ടെടുപ്പ് സാധ്യമായി വേണ്ടി വന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ മാനവരാശിയെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി കർത്താവായ യേശു ക്രിസ്തു കാൽവറി ക്രൂശിൽ തൻ്റെ രക്തം ചൊരിഞ്ഞു. ആമേൻ. ഞാൻ ഇന്നിത് പഠിപ്പിച്ച് തീർക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ട് പെട്ടെന്ന് മുന്നോട്ട് പോവാണ്. നമ്മൾ പിന്നീട് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇത്രയും മാത്രം ഇപ്പം നമുക്ക് മെല്ലെ മെല്ലെ പഠിച്ചു പോകാം. ഹല്ലേലൂയ. സന്തോഷമുണ്ടോ? കാൽവറി ക്രൂശിൽ യേശുവിൻ്റെ രക്തം ചൊരിഞ്ഞു. എന്തിനാ യേശുവിൻ്റെ രക്തം ചൊരിഞ്ഞത്? ഒരു 2 വാക്യങ്ങൾ നമ്മൾ ഒരുമിച്ച് ഒന്ന് വായിക്കണം. ലേവ്യ പുസ്തകം 17-ാമത്തെ അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. ലേവ്യ പുസ്തകം 17-ാം അധ്യായം 11-ാമത്തെ വാക്യം. മാംസത്തിന്റെ ജീവൻ രക്തത്തിലല്ലോ ഇരിക്കുന്നത്. മതി വായിച്ചോ, വേദപുസ്തകം വായിച്ചോ. ലേവ്യ പുസ്തകം 17:11. മാംസത്തിന്റെ ജീവൻ എവിടെ ഇരിക്കുന്നത്? രക്തത്തിലല്ലോ ഇരിക്കുന്നത്. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താ? അനീഷിന് എന്തുണ്ട്? മാംസമുണ്ട്, രക്തമുണ്ട്. ഒന്ന് പറഞ്ഞത്, ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും മാംസമുണ്ട്, രക്തമുണ്ട്. എല്ലുമുണ്ട്, മാംസമുണ്ട്, രക്തവുമുണ്ട്. കരളുമുണ്ട്, ഹൃദയവുമുണ്ട്, ആമാശയവുമുണ്ട്, ചെറുകുടലും വൻകുടലും തലച്ചോറും എല്ലാം ഉണ്ട് ശരീരത്തിൽ. ഇതിൻ്റെയോടൊപ്പം എന്തുണ്ട്? രക്തവുമുണ്ട്. എൻ്റെ ചോദ്യം, മനുഷ്യ ശരീരത്തിൽ നിന്ന് രക്തം മുഴുവൻ ഊറ്റിക്കളഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ ഏതെങ്കിലും ഒരു അവയവം പ്രവർത്തിക്കുമോ? ബയോളജി പഠിക്കാം. എന്താ ഡോക്ടറെ? മനുഷ്യ ശരീരത്തിൽ നിന്ന് രക്തം അശേഷം വാർത്തു കളഞ്ഞാൽ ഏതെങ്കിലും അവയവം ജീവിക്കുമോ, പ്രവർത്തിക്കുമോ? ഉത്തരം പറഞ്ഞേ. എന്തുകൊണ്ടായില്ലാത്ത? കാരണം രക്തത്തിലെ ശ്വേതാണുക്കളും മറ്റ് ഘടകങ്ങളുമാണ് ശരീരത്തിൻ്റെ മുടി മുതൽ ഉച്ചന്തല മുതൽ എന്ന് പറയുന്ന ഉള്ളംകാല് വരെയുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും ആവശ്യമായ കാര്യങ്ങളെ കൊണ്ടു ചെന്ന് കൊടുക്കുന്നത്. ആമേൻ. നമ്മളൊരു മുട്ട കഴിച്ചു. അത് ആമാശയത്തിലെത്തി, അത് വിഘടിച്ച് അതിനകത്തുള്ള വൈറ്റമിൻസിനെ ആരാ എടുക്കുന്നത്? രക്തം. ഈ വൈറ്റമിൻ സിയെ കൊണ്ടുവന്ന് കണ്ണിനും കൊടുത്ത് തലച്ചോറിനും കൊടുത്ത്, അതിനകത്തുള്ള കാൽഷ്യത്തെ കൊണ്ടുവന്ന് പല്ലിനും കൊടുത്ത് എല്ലിനും കൊടുത്ത്, അതിനകത്തുള്ള പ്രോട്ടീനെ കൊണ്ടുവന്ന് മസിൽസിനും ടിഷ്യൂവിനും കൊടുത്ത്, ഇനി അതിനകത്തുള്ള മറ്റ് ജലാംശങ്ങളെ കൊണ്ടുവന്ന് മൂത്രനാളിയിലൂടെ പുറന്തള്ളി, അങ്ങനെ ശരീരത്തിൻ്റെ മുഴുവൻ പ്രവർത്തനങ്ങളെയും ഏകോപിപ്പിക്കുന്നതും നടത്തിയെടുക്കുന്നതും എന്താണ്? ബ്ലഡാണ്, രക്തമാണ്. ആമേൻ. അതുകൊണ്ട് തന്നെ മൃഗങ്ങളെ അറുത്ത് യാഗം നടത്തുമ്പോൾ, യാഗത്തിൻ്റെ നിയമങ്ങൾ കൊടുക്കുമ്പോൾ യഹോവയായ ദൈവം മോശയോട് പറയുന്നത് ഇങ്ങനെയാണ്: എനിക്ക് വേണ്ടിയത് എല്ലോ മാംസമോ അല്ല. ആമേൻ പറഞ്ഞേ. ഞാനതിൻ്റെ അർത്ഥം പിന്നീട് അങ്ങോട്ട് തെളിയിക്കാം. ദൈവം പറയുന്നു, എനിക്ക് വേണ്ടുന്നത് ഈ കുഞ്ഞാടിൻ്റെ എല്ലല്ല, ഈ കുഞ്ഞാടിൻ്റെ മാംസമല്ല, ഇതിൻ്റെ ആമാശയമല്ല, ഇതിനകത്തുള്ള ഏതെങ്കിലും ആന്തരിക അവയവമല്ല. ഞാൻ കണക്കാക്കുന്നത് രക്തത്തെയാണ്. യാഗപീഠത്തിൽ കത്തി അമരുന്ന വെറുമൊരു ദഹിപ്പിക്കാനുള്ള വസ്തു മാത്രമാണ് ശരീരത്തിലെ എല്ലും മാംസവും ഒക്കെ. ദൈവം കണക്കിടുന്നത് അറുക്കപ്പെടുമ്പോൾ അതിൻ്റെ ഹൃദയത്തിൽ നിന്ന് ഇറ്റുവീഴുന്ന രക്തത്തെയാണ് ദൈവം കണക്കാക്കുന്നത്. അതുകൊണ്ട് ദൈവം അവനോട് പറയുകയാണ്, ജീവൻ വസിക്കുന്നത് എവിടെയാ? രക്തത്തിലാണ്. അപ്പൊ എന്തുകൊണ്ടാണ് ജീവൻ വസിക്കുന്ന രക്തം തന്നെ ദൈവം ആവശ്യപ്പെടുന്നത്? കാരണം പാപം ചെയ്ത ഏദനിൽ നിന്ന് മരണത്തിലേക്ക് പോയ ആദാമിൻ്റെ ജീവനാണ് പോയത്. ഒന്ന് പറഞ്ഞ്, എന്താ പോയത്? ജീവനാ പോയത്, ലൈഫ്. ഒരു നഷ്ടപ്പെട്ട ജീവന് വേണ്ടി, അല്ലെങ്കിൽ ഒന്നാമത്തെ ആദാമിലൂടെ സകലരുടെയും ജീവൻ നേടുന്നതിന് വേണ്ടി ഞാൻ ഓരോ ജീവനെയാണ് തിരികെ ചോദിക്കുന്നത്. എൻ്റെ മുമ്പിൽ എനിക്കൊരു എല്ലോ അസ്ഥിയോ
കുറച്ച് മാംസമോ അല്ല വേണ്ടുന്നത്, ജീവന് പകരം മറ്റൊരു ജീവൻ. നമ്മുടെ എല്ലാവരുടെയും ജീവന് വേണ്ടി, നിത്യജീവന് വേണ്ടി അവന്റെ ജീവൻ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്നാമത്തെ മനുഷ്യരുടെ സകലരുടെയും മേൽ നിന്ന് മരണം മാറേണ്ടതിന് എല്ലാവരുടെയും ജീവന് പകരമായി അവൻ ഓരോ ജീവനെ ആവശ്യപ്പെട്ടു. ആ ജീവൻ എവിടെ കിടക്കുന്നത്? രക്തത്തിലാണ്. എബ്രായർക്ക് എഴുതിയ ലേഖനം 9-ാമത്തെ അധ്യായം 22-ാമത്തെ വാക്യം ഒന്ന് വായിച്ച്. എബ്രായർ 9:22. എബ്രായർക്ക് എഴുതിയ ലേഖനം 9-ാം അധ്യായം 22-ാമത്തെ വാക്യം. ന്യായപ്രമാണ പ്രകാരം സകലവും രക്തത്താൽ ശുദ്ധീകരിക്കപ്പെടുന്നു. രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ പാപങ്ങളുടെ വിമോചനമില്ല. ഇത് ഏത് നിയമപ്രകാരമാ? ന്യായപ്രമാണത്തിന്റെ നിയമപ്രകാരം. ഒരു മനുഷ്യൻ പാപം ചെയ്തു, കോപിച്ചു, മോഹിച്ചു, വ്യഭിചരിച്ചു, മോഷ്ടിച്ചു, എന്ത് തരമുള്ള പാപമാണെങ്കിലും ദൈവമായ നീതിമാനും അതിപരിശുദ്ധനുമായ ദൈവത്തിന്റെ മുമ്പാകെ വരുന്നതിന് മുമ്പ് ഇവൻ പാപങ്ങളെ പരിഹരിക്കണം. എന്ത് ചെയ്യണം? പാപം പരിഹരിക്കണം. അപ്പൊ പാപം പരിഹരിക്കാൻ ഇന്നുള്ളതുപോലെയുള്ള ക്രമങ്ങളൊന്നും അല്ല അന്നുള്ളത്. പാപം പരിഹരിക്കണമെങ്കിൽ അവൻ ചന്തയിൽ പോയി നല്ല ഒന്നാന്തരം ആട്ടിൻകുട്ടിയെ മേടിക്കണം. ആട്ടിൻകുട്ടിയെ മേടിച്ചിട്ട് ഇങ്ങോട്ട് വന്നിട്ട് ഇവൻ മഹാപുരോഹിതന്റെയും പുരോഹിതന്മാരുടെയും മുമ്പിലെത്തിയിട്ട് അവന്റെ കൈ ഈ ആട്ടിന്റെ മേൽ വെക്കും. ശ്രദ്ധിച്ചു കേട്ടോണേ. നമ്മൾ പിന്നീട് യാഗങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ ഇത് ഡീറ്റെയിൽ ആയി പഠിക്കും. പക്ഷെ ഇപ്പോൾ ഒരു ആശയം പറഞ്ഞു വിടാം. എന്ത് ചെയ്യും? ഇപ്പോൾ ഞാൻ യാഗം കഴിക്കാൻ വരികയാണ്, യാഗമൃഗത്തെ കൊണ്ടുവന്നു, പുരോഹിതൻ അവിടെ നിൽപ്പുണ്ട്. പ്രാകാരത്തിന് മുമ്പിൽ വരുമ്പോൾ പുരോഹിതൻ പറയും, അനീഷേ ഇന്ന് നല്ല മുട്ടനാടാണല്ലോ. അതെ, കഴിഞ്ഞ ആഴ്ച കാര്യമായ ചിലത് ചെയ്തു വെച്ചിട്ടുണ്ട്. ശരി, യാഗത്തിന്റെ ആദ്യത്തെ ക്രിയ തുടങ്ങാം. ആദ്യത്തെ ക്രിയ എന്ന് പറയുന്നത് വെച്ചുമാറലാണ്, എക്സ്ചേഞ്ച് ആണ്. എന്താണ് എക്സ്ചേഞ്ച്? എന്നിലുള്ളത് മുഴുവൻ ഈ മൃഗത്തിന്റെ മേലിടുക. അപ്പൊ കൈ അങ്ങോട്ട് അവന്റെ ആടിന്റെ തലയിലോട്ട് വെച്ചിട്ട് പറയും, ഞാൻ കഴിഞ്ഞ ആഴ്ച മോഷ്ടിച്ചു, ആ പാപം ഞാൻ ഈ ആടിന്റെ മേൽ കണക്കിടുന്നു. സംഗതി പിടികിട്ടിയേ? ഞാൻ പറഞ്ഞ നുണകളെല്ലാം ന്യായപ്രമാണ പ്രകാരവും ദൈവത്തിന്റെ നിയമപ്രകാരവും തെറ്റായതുകൊണ്ട് ആ തെറ്റും പാപവും ഞാൻ ഈ ആടിന്റെ മേൽ വെച്ച് കളയുന്നു. ഇവനെ ഞാൻ അതിനു വേണ്ടി സാക്ഷിയാക്കുന്നു. അപ്പോൾ മനുഷ്യർ ചെയ്ത സകല പാപങ്ങളും ഒരാടിന്റെ മേലാക്കും. ഇപ്പൊ ആടല്ല, എൻ്റെ പാപമാണ്. മനസ്സിലായോ? അനീഷും ആടും കൂടാ വന്നത്, ഞാനും കാളക്കൊറ്റനുമായിട്ടാണ് വന്നത്. പക്ഷേ പുരോഹിതന്റെ മുമ്പിൽ വെച്ച് എൻ്റെ പാപങ്ങളെ ഞാൻ എടുത്ത് ആടിന്റെ തലയിൽ വെച്ചു. അപ്പൊ ഇനി ആടല്ല, അത് എൻ്റെ പാപമാണ്. അങ്ങനെ ദൈവം ആടിന്റെ മേൽ പാപത്തെ കാണുമ്പോൾ ദൈവം എന്താ പാപത്തിനോട് പറയുന്ന മറുപടി? കൊന്നുകളഞ്ഞേക്ക്. പാപത്തിന് വേറെ ഒരു ശിക്ഷയുമില്ല. കില്ലിറ്റ്, അതിനെ കൊന്നുകളഞ്ഞേക്ക്. അങ്ങനെ മഹാപുരോഹിതൻ കത്തിയെടുത്ത് ആട്ടുകൊറ്റന്റെയോ അല്ലെങ്കിൽ കാളക്കിടാവിൻ്റെയോ കഴുത്തറുത്ത് രക്തം ചിന്തുമ്പോൾ യഹോവയായ ദൈവം പറയുന്നത്, അനീഷ് കഴിഞ്ഞ ആഴ്ച ചെയ്ത പാപത്തിനു വേണ്ടി മറുവിലയായി ഒരാട് അറുക്കപ്പെട്ടു. അതുകൊണ്ട് ഒരാഴ്ചത്തെ കാര്യം ക്ലിയറായി. ഇങ്ങനെ യാഗം കഴിച്ചിട്ട് ഇവൻ മടങ്ങുമ്പോഴും അടുത്ത ആഴ്ച ചെയ്യാൻ പോകുന്ന പാപത്തിന് 2 ആട്ടിൻകുട്ടികളെ വാങ്ങുന്നത് എങ്ങനെ എന്ന ചിന്തയിലാണ് പോകുന്നത്. പാപം മാറുന്നില്ല, യാഗങ്ങൾ മാത്രമേ നടക്കുന്നുള്ളൂ. ഹല്ലേലൂയ. യാഗം കഴിക്കാൻ മൃഗങ്ങളെ കൊണ്ടൊരു കൂട്ടം ഇങ്ങനെ യെരുശലേം ദേവാലയത്തിലേക്ക് പോകുന്ന വഴിവക്കിൽ നിന്നിട്ടാണ് മരുഭൂമിയിൽ നിന്ന് വന്ന പ്രവാചകൻ വിളിച്ചു പറയുന്നത്. ശ്രദ്ധിച്ചു കേട്ടെ, യഹൂദന്റെ പാപത്തെ ചുമക്കുന്ന ചെമ്മരിയാടുകളെയും കോലാടുകളെയും കാട്ടുകൊറ്റന്മാരെ നിങ്ങൾക്കറിയാം. ഇതാ വെള്ളത്തിൽ മുങ്ങി ഒരുത്തൻ എൻ്റെ അടുക്ക കയറി നിൽപ്പുണ്ട്. അവൻ യഹൂദന്റെ പാപം ചുമക്കുന്നവനല്ല, അവൻ ഒരുത്തന്റെ പാപം ചുമക്കുന്നവനല്ല, ലോകത്തിന്റെ പാപത്തെ മുഴുവൻ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ഇവന്റെ യാഗത്താൽ, ഇവന്റെ രക്തത്താൽ ലോകത്തിന്റെ മുഴുവൻ പാപവും നീക്കപ്പെടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതേ ചിത്രം തന്നെയാണ് വെളിപ്പാട് പുസ്തകം 7-8 അധ്യായങ്ങളിൽ നാം കാണുന്നത്. ദൂതന്മാരും മൂപ്പന്മാരും എല്ലാം ഒരുമിച്ച് ചോദിക്കുകയാണ്, ഈ മുദ്ര പൊട്ടിക്കാൻ യോഗ്യനാരാ ഉള്ളത്? ഇതിന് താക്കോല് കയ്യിലുള്ളത് ആരാ?
അപ്പോൾ അറുക്കപ്പെട്ടവനെ പോലെ രക്തത്തിന്റെ പാടുകളുള്ള ഒരു കുഞ്ഞാട് അവിടേക്ക് കയറി വന്നു. കുഞ്ഞാടിനെ കണ്ടപ്പോൾ മൂപ്പന്മാര് പറഞ്ഞു, നീയാണ് സകലത്തിനും യോഗ്യൻ, കാരണം നീയാണ് ലോകത്തിന് വേണ്ടി യാഗമായി മാറിയത്. അപ്പോ രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ എന്തില്ല? പാപങ്ങളുടെ വിമോചനമില്ല, പാപങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. അങ്ങനെ സകല മാനവരാശിക്കും വേണ്ടി കാൽവരി ക്രൂശിൽ യേശു തൻ്റെ രക്തം ചിന്തുകയാണ്, രക്തം ഒഴിക്കുകയാണ്. ഈ രക്തത്തെ മറുവിലയായി കണക്കാക്കുകയാണ്. ഇനി എൻ്റെ അടുത്തൊരു ചോദ്യം, നമ്മുടെ ആൾക്കാർക്ക് ഭയങ്കര അബദ്ധധാരണയുള്ളൊരു കാര്യം, യേശുവിൻ്റെ രക്തം പിശാചിന് കൊടുത്തിട്ട് പിശാചിൻ്റെ കയ്യിൽ നിന്ന് എന്നെ വിലയ്ക്ക് വാങ്ങി എന്നാണ്. അങ്ങനെ ഒരു വചനവും വേദപുസ്തകത്തിലില്ല. ഞാൻ അതിൻ്റെ അകത്തുള്ളൊരു വിരോധാഭാസം പറഞ്ഞുതരാം. നിത്യമായി നീതിയിലും വിശുദ്ധിയിലും വസിക്കുന്നവൻ്റെ രക്തം മത്സരിച്ച് സാത്താനായി മാറിയവൻ്റെ കയ്യിൽ കൊടുക്കാൻ മാത്രം വിലയില്ലാത്തതാണോ യേശുവിൻ്റെ രക്തം? ഒരിക്കലുമല്ല. അവൻ്റെ രക്തത്തോളം ശുദ്ധമായതും നീതിയുള്ളതുമായ ഒന്നും ഈ ലോകത്തില്ല. അതുകൊണ്ട് നമ്മെ വീണ്ടെടുക്കുന്നതിനു വേണ്ടി യേശുവിൻ്റെ രക്തം പിശാചിനല്ല കൊടുത്തത്. ഒരു വചനം ഞാൻ വായിച്ചു കേൾപ്പിക്കാം. എബ്രായർക്ക് എഴുതിയ ലേഖനം 9-ാമത്തെ അധ്യായം 14-ാമത്തെ വാക്യം വായിച്ചോ. എബ്രായർ 9:14. ശബ്ദം ആരാ വായിച്ചേ? എല്ലാവരും വചനം ഒന്ന് എടുത്തേ. എബ്രായ ലേഖനം 9-ാം അധ്യായം 14-ാമത്തെ വാക്യം. നിത്യാത്മാവിനാൽ ദൈവത്തിനു തന്നെത്താൻ നിഷ്കളങ്കനായി സമർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിക്കുവാൻ ഞങ്ങളുടെ ദുർമനസാക്ഷിയെ എത്ര അധികമായി നീക്കിക്കളയും. ഓ ഹല്ലേലൂയ. അപ്പൊ കാൽവരി ക്രൂശിൽ ചൊരിഞ്ഞ രക്തം സാത്താന് കൊടുത്തതാണോ? പറ, മിണ്ടിയേ. ആണോ അല്ലയോ? അല്ല. കാൽവരി ക്രൂശിൽ ചൊരിഞ്ഞ വിമോചന രക്തം പിശാചിന് കൊടുത്തതല്ല, ദൈവത്തിന് അർപ്പിച്ചതാണ്. കാരണം ദൈവത്തിന് എന്തിനാ കൊടുക്കേണ്ടത്? എടാ, നീതിമാനായ ന്യായാധിപനായ കോടതിയാണ് വിധിച്ചത്. ഇവിടുത്തെ കോടതി ഒരു തെറ്റ് ചെയ്തതിന് എനിക്ക് പെനാൽറ്റി അയച്ചു തന്നാൽ ഞാൻ അയൽവക്കത്തെ വീട്ടിലെ ചേട്ടൻ്റെ അടുക്കലല്ല പെനാൽറ്റി അടയ്ക്കുന്നത്, കോടതി കൊണ്ടുവന്ന് അടയ്ക്കും. മനസ്സിലാക്കിയേ. ഇവിടത്തെ കോടതി എനിക്കൊരു പിഴ ചുമത്തിയാൽ ഞാൻ വക്കീലിന്റെ വീട്ടിൽ കൊണ്ടുവന്നാണ് അടയ്ക്കുന്നത്. കോടതിയിൽ നിയമപാലകന്റെ മുമ്പിൽ, നിയമത്തിനു മുമ്പിൽ, ജഡ്ജിന്റെ മുമ്പിലാണ് ക്ലിയർ ചെയ്യേണ്ടത്. ഇതാ നീതിമാനായ പിതാവായ ദൈവം മാനവരാശിയെ നോക്കിയിട്ട് പറഞ്ഞു, നിങ്ങളെ ഞാൻ നിത്യമരണത്തിന് വിധിക്കുന്നു. അതുകൊണ്ട് വീണ്ടെടുപ്പിന്റെ വില അവനല്ല കൊടുക്കേണ്ടത്. വീണ്ടെടുപ്പിന്റെ വില ഈ കോടതി മുറിയിൽ, ഈ കൃപാസനത്തിന്റെ മുമ്പിൽ, ഈ സ്വർഗത്തിലെ സിംഹാസനത്തിന് മുമ്പിൽ മറുവിലയായി എനിക്ക് മുമ്പിൽ അർപ്പിക്കണം. വാ വാ. ഇനി അങ്ങോട്ടുള്ള വചനങ്ങളൊക്കെ വായിക്കുമ്പോൾ സത്യത്തിൽ എനിക്ക് ഇമോഷണൽ ആകാതെ അതൊന്നും വായിക്കാൻ പറ്റാറില്ല. അവിടെ പൗലോസ് എഴുതിയിരിക്കുന്നത്, നിങ്ങൾ അടുത്തു വരുന്ന കൃപാസനത്തിലേക്ക് അടുത്തു വരുമ്പോൾ ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന രക്തം കൃപാസനത്തിൽ എനിക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുകയാണ്. അവന്റെ രക്തം നീതിമാനായ ദൈവത്തിന്റെ മുമ്പിൽ പടർന്നൊലിച്ചു കിടക്കുകയാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അവന്റെ രക്തം ദൈവത്തിന്റെ നീതിയെ തൃപ്തമാക്കി. അവന്റെ രക്തം ദൈവത്തിന്റെ കോപത്തെ ശമിപ്പിച്ചു. അവന്റെ രക്തം ന്യായവിധിയിൽ നിന്ന് നമ്മെ ഓരോരുത്തരെയും മാറ്റിക്കളഞ്ഞു. ഇന്ന് ദൈവത്തിന് എന്നോട് കോപമില്ലാത്തത് നമ്മൾ പാപം ചെയ്യാത്തതുകൊണ്ടാണോ അച്ഛാ? നമ്മൾ തെറ്റ് സംഭവിക്കാത്തത് കൊണ്ടാണോ? പണ്ട് അവനവൻ ചെയ്യുന്നത് എന്തു പ്രവൃത്തിയാണെങ്കിലും അതിനു തക്ക ന്യായവിധി അവന്റെ ഗൃഹത്തിൽ വെളിപ്പെട്ടുകൊണ്ടേയിരുന്നു.
ഇന്ന് നമ്മുടെ വീടിനകത്ത് ന്യായവിധി വെളിപ്പെടാത്തതിൻ്റെ കാരണം നമ്മൾ മികച്ചവരായതുകൊണ്ടല്ല, നമ്മൾ അനുസരണമുള്ളവരായതുകൊണ്ടല്ല, നമ്മൾ പാപം ചെയ്യാത്തത് കൊണ്ടുമല്ല. നാം പാപം ചെയ്യുന്ന ഓരോ നാഴികയിലും ദൈവത്തിൻ്റെ നീതി എൻ്റെ മേൽ ന്യായവിധി നടത്തണമെന്ന് ആവശ്യപ്പെടുമ്പോൾ എനിക്കും ദൈവത്തിനും ഇടയിൽ നിന്നുകൊണ്ട് ഒരു രക്തം കൈ ഉയർത്തി പറയും, വേണ്ട, ഈ പാപത്തിനും കൂടിയാണ് 2023 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ എൻ്റെ രക്തം ഒഴിച്ചു കളഞ്ഞത്. അവൻ്റെ രക്തം കാണുമ്പോൾ ദൈവം തൻ്റെ നീതിയെ അവൻ്റെ മേൽ കണക്കിട്ടിട്ട് എൻ്റെ മേൽ നിന്ന് പാപത്തെ എടുത്തു മാറ്റുകയാണ്, ശിക്ഷാവിധി എടുത്തു മാറ്റുകയാണ്. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആകയാൽ യേശുവിൻ്റെ രക്തത്താൽ നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ കോപത്തിനകത്ത് നിന്ന് വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്നു. ഒരു വചനം ഞാൻ നിങ്ങളെ എടുത്ത് കാണിക്കട്ടെ. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 7-ാമത്തെ വാക്യം ഒന്നെടുത്തേ. എഫേസ്യർ 1:7. അവനിൽ നമുക്ക് അവൻ്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. എന്ത് മുഖാന്തരമായി? രക്തമുഖാന്തരമായി. ആരുടെ രക്തമുഖാന്തരമായി? യേശുവിൻ്റെ രക്തമുഖാന്തരമായി. എന്തുണ്ട്? വീണ്ടെടുപ്പുണ്ട്. വീണ്ടെടുപ്പിൻ്റെ അർത്ഥം എന്താ? അതിക്രമങ്ങളുടെ മോചനം, പാപമോചനം എന്ന വീണ്ടെടുപ്പ്. ആമേൻ. 1 പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 18-19 വാക്യങ്ങളൂടി ഒന്ന് വായിച്ചേ. 1 പത്രോസ് 1-ാം അധ്യായം 18-19. എല്ലാവരും അത് കാണണം കേട്ടോ, കാണേണ്ട വാക്യമാണ്. വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന്, വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തത്താലത്രേ. ഹല്ലേലൂയ. ഞാൻ ഇനി സാത്താൻ്റെ അടിമയല്ല, ഞാൻ ഇനി രോഗത്തിൻ്റെ കീഴിലല്ല, ഞാൻ ഇനി ശാപത്തിൻ്റെ കീഴിലല്ല, ഞാൻ ഇനി നിത്യമരണത്തിൻ്റെ കീഴിലല്ല, ഞാൻ ഇനി പാപത്തിൻ്റെ കീഴിലല്ല. അവിടെ നിന്നൊക്കെ ദൈവം എന്നെ യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു, വീണ്ടെടുത്തു വച്ചിരിക്കുകയാണ്. ആമേൻ. ഞാനൊരു കഥ പറയാം. ഞാൻ ഈ മീറ്റിംഗ് കഴിഞ്ഞിട്ട് ലുലു കണക്റ്റിൽ പോയി ഒരു 1,45,000 രൂപ വിലയുള്ള ഒരു മാക്ബുക്ക് ലാപ്ടോപ്പ് മേടിച്ചു. എന്ത് ചെയ്തു? ലാപ്ടോപ്പ് മേടിച്ചു. എന്നിട്ട് ഞാൻ മടങ്ങി വരുമ്പോൾ എൻ്റെ നല്ലൊരു ശതമാനവും ശ്രദ്ധയും എവിടെ തന്നെ ആയിരിക്കും? ലാപ്ടോപ്പിലായിരിക്കും. ഞാൻ വീട്ടിൽ കൊണ്ടുവച്ചു. ഞാൻ എവിടെ വെക്കും? ഉയർന്ന സ്ഥലത്ത് വെക്കും. കാരണം എൻ്റെ വീട്ടിൽ കുഞ്ഞുങ്ങളുണ്ട്, അവർ എടുത്താൽ അത് ചീത്തയാക്കി പോകും. എന്താ കാരണം? ഞാൻ വില കൊടുത്ത് മേടിച്ചതാ, പൈസ കൊടുത്ത് മേടിച്ച സാധനമാ. നിങ്ങൾ വില കൊടുത്ത് മേടിച്ച 8 രൂപ വിലയുള്ളൊരു മുട്ട നിങ്ങൾ കൊണ്ടുപോകുന്ന എത്ര ശ്രദ്ധയോടെ? അല്ല അച്ഛാ, ഒന്ന് ഓംലെറ്റ് ഉണ്ടാക്കാവുന്നത് 5 മുട്ട മേടിച്ചു. 5 മുട്ട മേടിച്ചിട്ട് തറയിൽ കൂടെ ഫുട്ബോൾ കണക്ക് തട്ടിക്കൊണ്ടു പോവോ? ഇല്ല. ശ്രദ്ധയോടെ ഒന്നീ കവറിനകത്തിട്ട് അല്ലെങ്കിൽ സൂക്ഷിച്ച് കയ്യിൽ വെച്ച് ശ്രദ്ധയോടെ തട്ടാതെ കേടുവരാതെ കൊണ്ടുപോകും. എന്താ കാരണം? മുട്ടയോടുള്ള ഇഷ്ടം കൊണ്ടല്ല, ഈ മുട്ട വാങ്ങാൻ കൊടുത്ത പൈസ എൻ്റേതാ. എനിക്കിതൊക്കെ മനസ്സിലാകാൻ വേണ്ടി ഞാൻ പറയുന്നത്. എനിക്ക് മുട്ടയോടുള്ള പ്രത്യേകിച്ച് ഇഷ്ടം കൊണ്ടല്ല, പക്ഷെ ഇത് വാങ്ങാൻ ഞാൻ കൊടുത്തൊരു വിലയുണ്ട്, അതെൻ്റെ പോക്കറ്റിൽ നിന്ന് ചിലവാക്കിയ കറൻസിയാണ്. ഈ ലാപ്ടോപ്പ് ഞാൻ തറയിൽ വീണ് പോകാതെ വെള്ളത്തിൽ കൊണ്ടിടാതെ സൂക്ഷിച്ച് കൊണ്ട് നടക്കും. എന്തുകൊണ്ടാ? അത് ലാപ്ടോപ്പിനോടോ മാക്ബുക്കിനോടോ ഉള്ള ഭ്രമം കൊണ്ടല്ല, ഇത് വാങ്ങാൻ ഞാൻ കൊടുത്ത വില എന്താണെന്ന് എനിക്കറിയാം. ഞാൻ ആത്മാവിൽ നിങ്ങളുടെ ഹൃദയത്തെ തൊടുന്നൊരു ദൂത് പറയാം. ഒരു മുട്ടയെയും ലാപ്ടോപ്പിനെയും 8 രൂപയ്ക്കും 1.5 ലക്ഷം രൂപയ്ക്കും വാങ്ങിച്ച വസ്തുവിനെ എനിക്ക് ഇത്ര ശ്രദ്ധയോടെ കൊണ്ട് നടക്കാൻ അറിയാമെങ്കിൽ, നീതിയുടെ വിശുദ്ധിയുടെ ദൈവത്തിൻ്റെ സമത്വത്തിൽ മുറുകെ പിടിച്ചിരുന്ന പുത്രൻ്റെ രക്തമാണ്
നമ്മെ വിലയ്ക്ക് വാങ്ങാൻ കൊടുത്ത് നമ്മെ അവൻ വീണ്ടെടുത്തതെങ്കിൽ നിന്നെയും എന്നെയും എത്ര കെയർഫുള്ളായി ജെറിനെ എൽറോയി എങ്ങനെ അവൻ നോക്കാതിരിക്കും? എങ്ങനെ അവൻ ശ്രദ്ധിക്കാതിരിക്കും? എങ്ങനെ അവൻ കരുതാതിരിക്കും? എങ്ങനെ അവൻ സ്നേഹിക്കാതിരിക്കും? അതെൻ്റെ നിറം കണ്ടിട്ടോ എൻ്റെ ഗുണം കണ്ടിട്ടോ ഒന്നുമല്ല. എനിക്ക് വേണ്ടി കൊടുത്ത രക്തത്തിൻ്റെ വിലയാണ് ഇന്ന് എൻ്റെ വില. ഓ ആമേൻ, ഹല്ലേലൂയ. യേശുവേ എന്നൊന്ന് വിളിച്ചൊന്ന് നന്ദി പറയാൻ പറ്റുമോ? എൻ്റെ വിലയല്ല, എനിക്ക് വേണ്ടി കൊടുത്ത മറുവിലയാണ് ദൈവത്തിൻ്റെ മുമ്പിലെ വിഷയമെങ്കിൽ ഇന്ന് അവൻ എന്നെ സ്നേഹിക്കാൻ കാരണം ഞാൻ കൊള്ളാകുന്നവനോ തികഞ്ഞവനോ അനുസരണമുള്ളവനോ ആയതുകൊണ്ടല്ല. എനിക്ക് വേണ്ടി കൊടുത്തിരിക്കുന്ന രക്തമാണ് എൻ്റെ മറുവില. അവൻ്റെ രക്തമാണ് ഇന്ന് വിലയേറിയതെങ്കിൽ അതിനോളം വിലയുണ്ട് എനിക്ക്. സാത്താന്റെ മുമ്പിൽ ഇട്ടുകൊടുക്കത്തില്ല, രോഗത്തിന് മുമ്പിൽ ഇട്ടുകൊടുക്കത്തില്ല, ദാരിദ്ര്യത്തിന്റെ മുമ്പിൽ എറിഞ്ഞു കൊടുക്കത്തില്ല. വില കൊടുത്തു വാങ്ങിയതിനെ വിലയോടെ സൂക്ഷിക്കാൻ അറിയുന്ന പിതാവായ ദൈവം അവന്റെ ബലവും ശക്തിയുമുള്ള ദൂതന്മാരെ വിട്ട് അവന്റെ കരം കൊണ്ട് വഹിച്ചെടുത്ത് അവന്റെ കൈവെള്ളയിൽ എടുത്ത് സൂക്ഷിച്ച് തിരുവെഴുത്ത് പറയുന്നത് കണ്ണിലെ കൃഷ്ണമണി പോലെ അവൻ നമ്മെ കരുതുന്നുവെന്നാ. നമ്മെ തൊടുന്നവൻ അവൻ്റെ കണ്ണിലെ കൃഷ്ണമണിയെ തൊടുന്നുവെന്നാ. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? എനിക്ക് വേണ്ടി ദൈവം അത്രയധികം കാര്യങ്ങൾ ചെയ്തു എന്നൊന്നുമല്ല. എനിക്ക് വേണ്ടി കൊടുത്ത മറുവില ഇതായതുകൊണ്ട്, എനിക്ക് വേണ്ടി കൊടുത്ത മറുവില ഇതായതുകൊണ്ട്, എനിക്ക് വേണ്ടി അർപ്പിച്ചിരിക്കുന്ന രക്തത്തിൻ്റെ വിലയാണ് ഞാനായതുകൊണ്ട് എന്നെ അനാഥനെ അവൻ വിടത്തില്ല. ഹല്ലേലൂയ. ക്രൂശിൽ അവൻ മരിച്ചില്ല, അവൻ്റെ രക്തം കൊടുത്തില്ല, അവൻ്റെ ശരീരം തുളയ്ക്കപ്പെട്ടില്ല. എന്നാൽ ആഴ്ചകൾക്കപ്പുറം ഞാൻ നിങ്ങൾക്ക് വേണ്ടി മരിക്കുമെന്നറിയാവുന്ന കർത്താവ് ശിഷ്യന്മാരുടെ അടുക്ക് വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ എന്തിനാ ഭയപ്പെടുന്നത്? എന്തിനാ ഭാരപ്പെടുന്നത്? ലോകാവസാനത്തോളം ഞാൻ കൂടെ ഉണ്ട്. ഒരു നാളും ഞാൻ നിങ്ങളെ കൈവിടില്ല. ഒരു ദോഷവും നിനക്ക് ഭവിക്കില്ല. മരണകരമായത് കുടിച്ചാലും നീ മരിക്കില്ല. പാമ്പിനെ നീ പിടിച്ചെടുക്കും, അത് നിന്നെ തൊടുകയില്ല. ആകാശത്ത് പറക്കുന്നതോ ചുറ്റും വ്യാപരിക്കുന്നതോ ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരമോ ഉയർന്നു വരുന്ന മഹാവ്യാധിയോ ഇളകി വരുന്ന ചെങ്കടലോ ഇടിച്ചു വീഴുന്ന ആകാശവിധാനങ്ങളോ ഒന്നും നിന്നെ തൊടില്ല. കാരണം നിന്നെ ഞാൻ വില കൊടുത്ത് രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങി കൃപാസനത്തിൽ നീതിമാനായി നീതിമതിയായി നിർത്താൻ പോവുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു വചനം കൂടി എടുത്തൊന്ന് പ്രാർത്ഥിച്ച് നമുക്ക് ആരാധിക്കാം. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിൻ്റെ 9-10 വാക്യങ്ങൾ കൂടി ഒന്ന് എടുത്തേ. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം 9-10 വാക്യങ്ങൾ. പുസ്തകം വാങ്ങുവാനും അവിടെ ഒരു സംഭവം നടക്കുന്നുണ്ട്. സിസ്റ്റർ ഒരു മിനിറ്റ് അത് പറഞ്ഞിട്ട് നമുക്ക് വായിക്കാം. പത്മോസിൽ കിടക്കുന്ന യോഹന്നാൻ ആത്മവിവശതയിൽ സ്വർഗസ്ഥലങ്ങളിൽ ചെന്ന് ചില ദർശനങ്ങൾ കാണുകയാണ്. തൻ്റെ ദർശനങ്ങൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നു. ദൂതൻ വരുന്നു, കലശമൊഴിക്കുന്നു, സഭകളുടെ കുറ്റങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള കത്തുകൾ എഴുതുന്നു. ഇങ്ങനെ അങ്ങോട്ട് മഹാക്രോധം വെളിപ്പെടുന്നു, കാര്യങ്ങളെല്ലാം നടക്കുന്നു. അപ്പോഴാണ് അവിടെ മുദ്ര വെച്ചിരിക്കുന്ന ഒരു ചുരുൾ യോഹന്നാൻ കാണുന്നത്. അപ്പോൾ എല്ലാവരും പറയുന്നു, ഇതാർക്കും തൊട്ടുകൂടാ. ദൂതന്മാർക്ക് നോ, മൂപ്പന്മാർക്ക് ഇല്ല. ഇത് തുറക്കാനും ഇതഴിക്കാനും ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് വായിക്കാനും സ്വർഗത്തിൽ ഒരൊറ്റ ആൾക്കേ റൈറ്റ് ഉള്ളൂ. ആരാണത്? അവൻ എങ്ങനെ ഇരിക്കും? അവൻ്റെ രൂപം എങ്ങനെയാ? ഇത്ര അധികാരമുള്ളവൻ ആരാ എന്ന് സകലരും ജിജ്ഞാസയോടെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ യോഹന്നാൻ കാണുന്ന കാഴ്ചയാണ്. വായിച്ചോ. പുസ്തകം വാങ്ങുവാനും അതിനകത്തുള്ള സീല് അഴിക്കാനും ഒരുവൻ മാത്രമാണ് യോഗ്യൻ. അടുത്ത വാക്യം. നീ അറുക്കപ്പെട്ടു, നിന്റെ രക്തം കൊണ്ട് സകല ഗോത്രത്തിലും ഭാഷയിലും
വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ നീ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. അവിടെ കന്നഡക്കാരനുണ്ട് അച്ഛാ, അവിടെ തമിഴനുണ്ട്, അവിടെ മറാഠിക്കാരനുണ്ട്, സിഖുകാരനുണ്ട്, അവിടെ ആഫ്രിക്കക്കാരനുണ്ട്, മംഗോളിയനുണ്ട്, അവിടെ വെളുത്തവനുമുണ്ട്, കറുത്ത വർഗ്ഗക്കാരനുമുണ്ട്. ഓരോ ഗോത്രങ്ങളും ഓരോ വംശങ്ങളും ഓരോ ഭാഷകൾ സംസാരിക്കുന്നവർ ഒരു ബഹുപുരുഷാരം നിന്ന് ദൈവത്തിൻ്റെ സിംഹാസനത്തിൽ വന്ന് നിൽക്കുകയാണ്. ജീവപുസ്തകത്തിൻ്റെ പേരെഴുതിയിരിക്കുന്ന ജീവപുസ്തകത്തിൻ്റെ താക്കോൽ തുറന്ന് അത് തുറക്കാൻ ആര് യോഗ്യനെ നോക്കുമ്പോൾ അറുക്കപ്പെട്ടവനായ കുഞ്ഞാട് അതിനകത്തോട്ട് വരുന്നു. കുഞ്ഞാടിനെ കണ്ട ഉടനെ മൂപ്പന്മാർ വിളിച്ചു പറയുന്ന വാക്കാണ്, നീ അറുക്കപ്പെട്ടു. ഈ പുസ്തകത്തിൻ്റെ സീലഴിക്കാൻ വേറെ ഒരു താക്കോലുമല്ല വേണ്ടുന്നത്. മാനവരാശിക്ക് മറുവിലയായി ഒഴിക്കപ്പെട്ട രക്തം ആരുടെ കയ്യിലുണ്ടോ അവന് മാത്രമേ ജീവപുസ്തകത്തിൻ്റെ താക്കോൽ തുറക്കാൻ പറ്റൂ. ഹല്ലേലൂയ. മുദ്രയിട്ടിരിക്കുന്ന ഈ ചുരുളിന്റെ മുദ്ര പൊട്ടിക്കുന്ന താക്കോൽ അത് അവന്റെ രക്തമാണ്. ആ രക്തമുള്ളവന് മാത്രമേ തുറക്കാൻ പറ്റൂ. ഒന്നാമത്തെ മനുഷ്യന്റെ മകനായ ആബേല് പോലും കയ്യും തല്ലിക്കൊന്നപ്പോ വയലിൽ കിടന്ന് ദൈവത്തോട് നിലവിളിക്കുകയാണ്, എൻ്റെ രക്തത്തിന് കാരണക്കാരനായ കയീനെ, ദൈവമേ നീ നീതിമാനാണെങ്കിൽ, നീ ആ സിംഹാസനത്തിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ എന്നെ കൊന്ന എൻ്റെ സഹോദരനായ കയീനെ നീ വകവരുത്തണം, അവന് ന്യായം വിധിച്ചു കൊടുക്കണം എന്ന് ആദ്യം ചൊരിയപ്പെട്ട ഹാബേലിന്റെ രക്തം പോലും നിലവിളിക്കുക. എന്തിനു വേണ്ടി? നീതിക്ക് വേണ്ടി. എന്തിനു വേണ്ടി? ശിക്ഷാവിധി നടപ്പിലാക്കാൻ. അപ്പോഴാ പൗലോസ് പറയുന്നത്, കണ്ടോ, ഒന്നാമത്തെ മനുഷ്യനായ ആദ്യമായി മരിച്ച ഹാബേലിന്റെ രക്തം പോലും പകയ്ക്ക് വേണ്ടി നിലവിളിക്കുമ്പോൾ മറ്റൊരു സ്ഥലത്ത് ഒരു രക്തം വിളിക്കുന്നുണ്ട്. അത് പകയല്ല, അവരോട് ക്ഷമിക്കണമേ, അവരുടെ മേൽ നിന്ന് പാപത്തെ നീക്കിക്കളയണമേ. ഞാൻ മരിച്ചില്ലേ, ഞാൻ വഹിച്ചില്ലേ, അവരോട് ക്ഷമിച്ചേക്ക്. ഞാനതെടുത്തില്ലേ, അവരെ വെറുതെ വിട്ടേക്ക്. എൻ്റെ മേലത് വീണില്ലേ, അവർ സ്വാതന്ത്ര്യമായി ജീവിക്കട്ടെ. ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന യേശുവിന്റെ പുണ്യ രക്തത്താൽ അങ്ങനെ ഒരു രക്തം ആരുടെ കയ്യിലുണ്ടോ അവന് ജീവപുസ്തകം തുറക്കാം. ഒരാളെയും കണ്ടില്ല, മൂപ്പന്മാരുടെ കയ്യിൽ രക്തമില്ല. അപ്പോസ്തലന്മാരുടെ തലയിൽ കിരീടമുണ്ട്, പക്ഷെ കയ്യിൽ രക്തമില്ല. ആമേൻ. സറാഫുകളുടെ കയ്യിൽ ആരാധനയുണ്ട്, നാവിൽ സ്തുതിയുണ്ട്, പക്ഷെ കയ്യിൽ രക്തമില്ല. ആദ്യം മുതൽ അറുക്കപ്പെട്ടവനെ പോലെയുള്ളൊരു കുഞ്ഞാട് വന്നു, അവന്റെ രക്തം അതിൻ്റെ മുദ്ര പൊട്ടിച്ചു. മൂപ്പന്മാരും എല്ലാവരും കിരീടങ്ങൾ ഇളക്കിയിട്ട് താഴെ വെച്ചിട്ട് പറഞ്ഞു, ആഫ്രിക്കയിൽ നിന്നും, മംഗോളിയയിൽ നിന്നും, ആസാമിൽ നിന്നും, ആന്ധ്രാപ്രദേശിൽ നിന്നും, തമിഴ്നാട്ടിൽ നിന്നും, കേരളത്തിൽ നിന്നും ഞങ്ങളെ ഒരുപോലെ വിലയ്ക്ക് വാങ്ങിയത് നീയാണ്. ആരാധനയ്ക്ക് യോഗ്യനത് നീ മാത്രമാണ്. കുഞ്ഞാടെ, നീ ഞങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവന്റെ രക്തത്താൽ നാം വിലയ്ക്ക് വാങ്ങപ്പെട്ടിരിക്കുകയാണ്. എല്ലാ കണ്ണുകളും അടച്ച് വേദപുസ്തകമൊക്കെ ഒന്ന് ചേറിലോട്ട് വെച്ചിട്ട് ഒന്ന് എഴുന്നേറ്റ് നിൽക്കാവോ? ഇതാ എൻ്റെ വില. ആമേൻ. എൻ്റെ ചോദ്യം, ഏകജാതനായവന്റെ രക്തം എനിക്ക് മറുവിലയായി തന്നവൻ നിങ്ങളുടെ ദാരിദ്ര്യം തീർക്കാതിരിക്കുമോ? സത്യസന്ധമായി നിങ്ങൾ ഉത്തരം പറഞ്ഞാൽ മതി. ഏകജാതനായവന്റെ രക്തം എനിക്ക് മറുവിലയായി തന്നവൻ നിന്റെ രോഗത്തെ സൗഖ്യമാക്കാതിരിക്കുമോ? ഏകജാതനായവന്റെ രക്തം എനിക്ക് മറുവിലയായി തന്നവൻ എൻ്റെ ഭാവിയെ അനുഗ്രഹിക്കാതിരിക്കുമോ? ഏകജാതനായവന്റെ രക്തം എനിക്ക് മറുവിലയായി തന്നവൻ നിങ്ങളെ ഉയർത്താതിരിക്കുമോ? കർത്താവ് നിങ്ങളെ അത്രമേൽ സ്നേഹിക്കുകയും അത്രമേൽ ഉയർത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുകയാണ്. നമ്മൾ എത്രയൊക്കെ പറഞ്ഞാലും
നമുക്ക് ഈ രക്തത്തിൻ്റെ വില ഇപ്പം അങ്ങോട്ട് മനസ്സിലാക്കാൻ പറ്റില്ല. എന്നാൽ ഒരു നാൾ നമ്മൾ അവൻ്റെ സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കും. നമ്മൾ ഒരുമിച്ച് ആ വീണ്ടെടുപ്പിൻ്റെ ഗാനം പാടും. ഹല്ലേലൂയ. അത് നമുക്കേ പാടാൻ പറ്റൂ. ദൂതന്മാര് പറയും, ഹോളി ഹോളി ഹോളി, നീ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. എടാ, പാപത്തിൽ നിന്നും ശാപത്തിൽ നിന്നും രോഗത്തിൽ നിന്നും ബന്ധനങ്ങളിൽ നിന്നും വീണ്ടെടുത്തൊരു പാട്ട് പാടാമോ? പറ്റില്ല. ഞങ്ങൾ വീണ്ടെടുത്ത കൂട്ടമല്ല. ഹല്ലേലൂയ. സ്വർഗത്തിലെ സകല ആത്മജീവികളും പാടും, നീ പരിശുദ്ധൻ, നീ നീതിമാൻ, നീ ആദ്യം മുതലുള്ളവൻ, ആൽഫയും ഒമേഗയും എന്ന വീണ്ടെടുപ്പിന്റെ പാട്ട് പാടാൻ പറ്റുമോ? പറ്റത്തില്ല. എന്താ പറ്റാത്തത്? ഞങ്ങൾ വീണ്ടെടുത്ത കൂട്ടമല്ല. എന്ന ഒരു കൂട്ടർ അവിടെ ഒരു പാട്ട് പാടും. ഒരു കൂട്ടർ കരം ഉയർത്തി മുട്ടുമടക്കി അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ മുമ്പിൽ നിന്നിട്ട് പറയും, ഇന്ന് ഞങ്ങൾ ഇവിടെ വന്ന് ഇങ്ങനെ മുഴങ്കാലും മടക്കാൻ കാരണം നീ എടുത്ത വീണ്ടെടുപ്പാണ്. അന്ന് അവർക്ക് മൂപ്പന്മാർക്ക് പോലും പാടാൻ പറ്റാത്തൊരു പാട്ട് നമുക്കുണ്ട്. കാരണം നമ്മളെ വിലയ്ക്ക് വാങ്ങപ്പെട്ടവർ. എൻ്റെ കൂടെ ചേർന്നൊന്ന് പറയാമോ? ഞാൻ വിലയ്ക്ക് വാങ്ങപ്പെട്ടിരിക്കുകയാണ്. ഒരുമിച്ച് എല്ലാ കണ്ണുകളും ഒന്ന് അടച്ച് കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാൽവറി ക്രൂശിലൂടെ എനിക്ക് ലഭിച്ച വീണ്ടെടുപ്പൊന്ന് ഡിക്ലെയർ ചെയ്തേ. ഞാനിനി ശാപത്തിന്റെ കീഴിലല്ല, ഞാനിനി ബന്ധനത്തിന്റെ കീഴിലല്ല. അവിടെ നിന്ന് അവൻ്റെ രക്തം എന്നെ വിലയ്ക്ക് വാങ്ങി, എന്നെ വീണ്ടെടുത്ത്, എന്നെ മകനായി മകളായി സ്വർഗീയ പിതാവായ ദൈവത്തിലെ മക്കളായി അവൻ്റെ ഭവനത്തിലെ അംഗങ്ങളായി സ്വർഗീയ കോടതിയിൽ നീതീകരിക്കപ്പെട്ടവരായി നമ്മെ ഓരോരുത്തരെയും അവൻ്റെ രക്തം മുഖാന്തരം കർത്താവ് മാറ്റിയിരിക്കുകയാണ്. യെസ് 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 യെസ്. ഇന്ന് നമ്മെ തൊടുവാൻ ആഗ്രഹിക്കുന്ന, നമ്മെ ബന്ധിക്കാൻ ആഗ്രഹിക്കുന്ന സകല ഇരുട്ടുകൾക്കും ഭയം. ഭയം. എന്താ ഭയം? അവരത് അറിഞ്ഞു. എന്തറിഞ്ഞു? അവരിനി എൻ്റെ അടിമയല്ല എന്ന്. ഹല്ലേലൂയ. അവരെന്തറിഞ്ഞു? ഇനി എൻ്റെ ബന്ധനങ്ങളിൽ അവർ കുടുങ്ങുകയില്ല എന്ന് അവർ അറിഞ്ഞു. ഞാൻ നിങ്ങളോട് ആത്മാവിൽ ഒരു കാര്യം പറഞ്ഞു വിടാം. നിങ്ങൾ വീട്ടിലോട്ട് മടങ്ങിപ്പോകുന്ന യാത്രയിൽ, അല്ലെങ്കിൽ ഈ വരുന്ന ആഴ്ചകളിൽ ഓരോ ദിവസവും നിങ്ങളുടെ ഹൃദയത്തിനകത്ത് വന്നിട്ട് അവൻ കള്ളങ്ങൾ പറയും. ഒന്നും മാറിയില്ലല്ലോ, ഒന്നും ശരിയായില്ലല്ലോ. അവനോട് പറയണം, ഒന്നും ശരിയായില്ല എങ്കിലും ഞാൻ നിന്റെ അടിമയല്ല. ഒന്നും ശരിയായില്ലെങ്കിലും ഞാൻ നിന്റെ കസ്റ്റഡിയിലല്ല. ഒന്നും നടന്നില്ലെങ്കിലും ഞാൻ നിന്റെ അടിമയല്ല. അവന്റെ രക്തത്താൽ ഞാൻ വീണ്ടെടുക്കപ്പെട്ടിരിക്കുകയും അവന്റെ ഭവനത്തിലെ അംഗങ്ങളായി മാറിയിരിക്കുകയും ചെയ്യുകയാണ്. നിങ്ങളത് പറഞ്ഞു തുടങ്ങുന്ന നാഴികയിൽ ഈ വീണ്ടെടുപ്പിന്റെ ശക്തി നിങ്ങളുടെ അടുക്കിലേക്ക് ഇറങ്ങി വരും. യേശുവിന്റെ രക്തത്തിന്റെ ശക്തി നിങ്ങളുടെ മേൽ ഇറങ്ങി വരും. ഞാനിപ്പോൾ ആത്മാവിൽ നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾ ഓരോരുത്തരുടെ മേലും കുഞ്ഞാട്ടിന്റെ രക്തം അടയാളമായി മാറട്ടെ. ഇസ്രായേൽ ജനം ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന് പുറപ്പെട്ടു വരുന്ന നാഴികയിൽ ദൈവത്തിന്റെ ദൂതനായ സംഹാരകൻ ഇസ്രായേലിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി ഈജിപ്തിനെ സന്ദർശിക്കാൻ ഇറങ്ങി വരുമ്പോൾ ദൈവം അവരോട് മുന്നമേ പറഞ്ഞു, നിന്റെ കറ്റളക്കാലിന്റെ മേലും കുറുമ്പടി മേലും രക്തം ഒരടയാളമായിരിക്കട്ടെ. ഇന്ന് ഞാൻ ആത്മാവിൽ പ്രവചിച്ച് നിങ്ങളുടെ മേൽ ആ കുഞ്ഞാടിന്റെ രക്തമല്ല, കാൽവരി ക്രൂശിൽ എന്നേക്കുമായി അർപ്പിക്കപ്പെട്ട കളങ്കമില്ലാത്ത ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന, നീതിയെ തൃപ്തിയാക്കിയിരിക്കുന്ന, പിതാവിന്റെ മുമ്പിൽ തന്നെ താൻ അർപ്പിക്കപ്പെട്ടിരിക്കുന്ന യേശുവിന്റെ രക്തത്തെ നിങ്ങളുടെ മേൽ ഞാൻ അടയാളമായി പുരട്ടുകയാണ്. ഇരുട്ട് നിങ്ങളെ തൊടില്ല, ബാധ നിങ്ങളെ തൊടുകയില്ല, ഒരു ദോഷവും നിന്റെ കൂടാരത്തിന് അടുക്കുകയില്ല. നീതിമാന്റെ മേൽ ദുഷ്ടന്റെ ചെങ്കോലിരിക്കുകയില്ല. നിന്റെ തലമേലും നിന്റെ കുറുമ്പടി മേലും നിന്റെ അവയവങ്ങളുടെ മേലും നിന്റെ ആത്മാവിന്റെ മേലും നിന്റെ പ്രാണന്റെ മേലും യേശുവിന്റെ രക്തം ഇപ്പോൾ സീൽ ചെയ്യപ്പെടട്ടെ. യെസ് 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 യെസ്. ആ രക്തത്തിന്റെ ശക്തി ഇപ്പോൾ നിങ്ങളുടെ പ്രാണനിൽ പതിക്കട്ടെ. യേശോ, ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിന്റെ ആത്മാവ് എന്നെ കാണിക്കുന്ന 2 ദർശനങ്ങൾ കൂടി നിങ്ങളുടെ മേൽ പറഞ്ഞ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ്.
എനിക്കറിയത്തില്ല, പക്ഷെ പരിശുദ്ധാത്മാവ് എന്നെ കാണിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി പിശാച് പണിത് വച്ചിരിക്കുന്ന ചില ആയുധങ്ങൾ, അത് അവൻ പണി കഴിപ്പിച്ചിരിക്കുന്ന അവൻ്റെ ശേഖരത്തിനകത്ത് വെച്ച് തന്നെ ഇല്ലാതെയായി പോകുന്നൊരു കാഴ്ച എന്നെ കർത്താവ് കാണിച്ചു. നിങ്ങളിൽ പലരെയും രോഗികളാക്കാൻ, നിങ്ങളിൽ പലരെയും മരണത്തിലേക്ക് കൊണ്ടുപോകാൻ, നിങ്ങളിൽ പലരെയും ബന്ധിക്കുവാൻ വേണ്ടി അവൻ ഉണ്ടാക്കിയിരുന്ന അവൻ്റെ ആയുധങ്ങൾ അവൻ്റെ കോട്ടയ്ക്കകത്ത് വെച്ചു തന്നെ ഇപ്പോൾ ദൈവം അതിനെ നിരായുധീകരിക്കുകയാണ്. ആ നിങ്ങൾക്കെതിരെ ഉണ്ടാക്കിയിരിക്കുന്ന ആയുധങ്ങളെ കർത്താവ് ഇപ്പോൾ നിർജീവമാക്കി കളിക്കുകയാണ്. അത് നിങ്ങളുടെ മേൽ ഫലപ്രദമാകുകയില്ല. തുടർന്ന് കർത്താവിന്റെ ആത്മാവ് എന്നെ കാണിച്ച കാഴ്ച എങ്ങനെയാണ്? കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കി പറക്കുന്നത് പോലെ ഇതിനകത്തിരിക്കുന്ന പലരെയും ദൈവത്തിന്റെ ആത്മാവ് 2025 ഈ ജൂൺ മാസത്തോടു കൂടി ഷിഫ്റ്റ് ചെയ്യുന്ന ഒരു കാഴ്ച കർത്താവ് എന്നെ കാണിച്ചു. ഉയർന്നു പോകുന്ന ഇനി പിടിക്കാൻ പറ്റാത്തതുപോലെ ഉയർന്നു പോകുന്ന, വിശുദ്ധിയിൽ, പ്രാർത്ഥനയിൽ, ആരാധനയിൽ, അഭിഷേകത്തിൽ, ശുശ്രൂഷകളിൽ ഉയർന്നു പോകുന്ന ഒരു ഉയർച്ച നിങ്ങളുടെ മേൽ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ ഇറങ്ങി വരുന്നുണ്ട്. യെസ് പിതാവേ, ഇപ്പോൾ ഞാൻ ആ ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചിലരുടെ മേൽ ആ ദൈവശക്തി വന്ന് ഇറങ്ങട്ടെ. ഇത്രയും വർഷമായി മാറിയിട്ടില്ലാത്ത സാഹചര്യങ്ങൾ എന്നോട് ദൈവമാവ് പ്രവചിക്കാൻ പറയുന്നു. മാറാൻ തുടങ്ങുകയാണ്. അത് മാറാൻ തുടങ്ങുകയാണ്. കൂട് വിട്ട്, ഗുഹകൾ വിട്ട് കഴുകന്മാർ പറക്കാൻ ഇറങ്ങി വരുന്നത് പോലെ സൈന്യങ്ങളുടെ ദൈവമായ യഹോവയുടെ ശക്തിയെ സ്വീകരിച്ചവർ, പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ സ്വീകരിച്ചവർ ഇനി അങ്ങോട്ട് പറക്കുന്ന നാട് വരട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഞാൻ ആ പകർച്ചയെ ഇപ്പോൾ പ്രാർത്ഥിച്ച് റിലീസ് ചെയ്യും. നിങ്ങൾ ഇന്ന് വരെ തൊട്ടിട്ടില്ലാത്ത ചില ഉയർന്ന തലങ്ങളെ തൊടേണ്ടതിനാണ്. ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ചില ഉയർന്ന തലങ്ങൾ കാണേണ്ടതിനാണ് ദൈവത്തിന്റെ ആത്മാവ് ചിറകിൽ വഹിച്ചോണ്ട് പോകുന്ന എന്നോട് ആത്മാവ് പറയുന്നു, നിങ്ങൾ ഈ ആരാധന കഴിഞ്ഞു പോയാലും നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് വിട്ടുമാറാത്ത ഒരു അസാധാരണമായ ശക്തി ഉണ്ടാകും. Thank you, Father, Lord. അവന്റെ രക്തത്താൽ അവൻ നമ്മെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നത് ഈ കാലഗതിക്കനുസരിച്ച് ഉലഞ്ഞും വാടിയും പോകാനല്ല, ഉറച്ചു നിൽക്കാൻ. ഉറച്ചു നിൽക്കുന്ന നിങ്ങളുടെ മേൽ ചിലത് പണിതുയർത്താൻ. ഗുഹകളിൽ മറഞ്ഞിരുന്ന കാലം തീരുകയാണ്. പറന്നു പൊങ്ങുന്ന കാലത്തിലേക്ക് കർത്താവ് നിങ്ങളുടെ ജീവിതങ്ങളെ ഷിഫ്റ്റ് ചെയ്യട്ടെ. ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ തൻ്റെ ഏകജാതനായ പുത്രന്റെ രക്തത്താൽ നമ്മെ വിലയ്ക്ക് വാങ്ങുകയും നമ്മോട് ക്രോധം നീക്കിക്കളഞ്ഞ് തൻ്റെ ആർദ്രതയും കരുണയും കാണിക്കുകയും നമ്മെ സ്വന്തം മക്കളായി കൈക്കൊള്ളുകയും ചെയ്ത നമ്മുടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും നമുക്ക് വേണ്ടി കാൽവറിയിൽ ജീവന്റെ അവസാന കണികയായ രക്തം വരെ വാർത്തിക്കൊടുത്ത് ആ രക്തത്താൽ നമ്മെ നീതീകരിക്കേണ്ടതിന് മറുവിലയായി ദൈവത്തിന് തന്നെത്താൻ അർപ്പിക്കപ്പെട്ട രക്തത്തിൻ്റെ ഉടമയായ ക്രിസ്തുവേശുവിൻ്റെ കൃപയും പിതാവും പുത്രനും ചേർന്ന് നടത്തിയ ഈ വലിയ രക്ഷണ്യ പ്രവൃത്തിയുടെ മർമ്മങ്ങളെ നമുക്ക് മനസ്സിലാക്കി തരികയും അനുദിനം ആ മർമ്മങ്ങളുടെ ഏറ്റുപറച്ചിലിൽ നടക്കാൻ നമ്മെ പര്യാപ്തരാക്കുകയും നമ്മെ സഹായിക്കുകയും നമ്മോടൊപ്പം ഇരിക്കുകയും ചെയ്യുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയിൽ നാം ഓരോരുത്തരോടും യേശുവിൻ്റെ മേഘപ്രത്യക്ഷത വരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. കാലങ്ങൾ നീങ്ങിയാലും, സമയങ്ങൾ മാറിയാലും, ഭരണങ്ങൾ നീങ്ങിപ്പോയാലും അവൻ്റെ കൃപ മാറ്റമില്ലാത്തതായി നമ്മുടെ മേലുണ്ടല്ലോ. യേശുവിൻ നാമത്തിൽ ആമേൻ, ആമേൻ, ആമേൻ.